ഐ +2 സാമ്പിൾ പേപ്പറാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് CBSE-കാരുടെ. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഇത് വർക്ക് ചെയ്ത് പോകണം പരീക്ഷയ്ക്ക്. കാരണം ഇതിൽ നിന്നെല്ലാം നമുക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് കിട്ടുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. If a charged hollow sphere and solid sphere, one made of aluminium, other copper, has same radius എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Both are in equilibrium. രണ്ട് ഇക്വിലിബ്രിയത്തിലാണ്. കാരണം ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ? ഇപ്പൊ രണ്ട് പേരുണ്ട്, രണ്ടുപേരുടെ R സെയിം ആണ്. R സെയിം ആണെങ്കിൽ ഇത് രണ്ട് സ്ഫിയർ അല്ലേ? സ്ഫിയർ ആണെങ്കിൽ എന്റെ കപ്പാസിറ്റൻസ് പറഞ്ഞാൽ 4πε0 R ആണ്. അപ്പൊ R സെയിം ആണെങ്കിൽ സിയും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടിന്റെയും സർഫസിലുള്ള പൊട്ടൻഷ്യലിന്റെ വാല്യൂ 1/4πε0 രണ്ടിന്റെ സർഫസിലുള്ള എന്ത് സെയിം ആണ്? വിയും സെയിം ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാച്ചുറലി സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി എന്ന് പറഞ്ഞാൽ Q/V എന്നാണ്. ഓക്കെ, അപ്പൊ സിയും വിയും സെയിം ആണെങ്കിൽ നാച്ചുറലി ക്യൂവും സെയിം ആയിരിക്കും. അപ്പൊ ക്യൂ സെയിം ആണ്. അപ്പൊ രണ്ടുപേരുടെയും ക്യൂ സെയിം ആണ്. അപ്പൊ രണ്ടുപേരുടെയും ചാർജ് സെയിം ആണ്. അപ്പൊ രണ്ടുപേരും ഇക്വിലിബ്രിയത്തിലാണ്. ഹാപ്പി അല്ലേ? ആൻസർ കണ്ടുപിടിച്ചോ? അടിപൊളി. അടുത്ത ക്വസ്റ്റ്യൻ. A coil of n turns, insulated copper wire and a diameter d ആണ്. അപ്പൊ നിങ്ങളുടെ വയർ ഇതാണ് വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഈ ഡയമീറ്റർ d ആണ്. അപ്പൊ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് d/2 ആണ്. ഇനി ഇത് ഒരു സിലിണ്ടറിന്റെ പുറത്താണ് ചുറ്റിയിരിക്കുന്നത്. അപ്പൊ സിലിണ്ടറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ D ആണ്. ഓക്കെ, ഡയമീറ്റർ d ആണ്. അപ്പൊ അതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി. അപ്പൊ നമ്മൾ ചുറ്റിയിരിക്കുന്നത് ഇതിന്റെ പുറത്താണ്. ഇങ്ങനെയാണ് ചുറ്റിയിരിക്കുന്നത്. ഒരു ടേൺ എന്ന് പറഞ്ഞ ഒരു സർക്കിളാണ്. അപ്പൊ അതിന്റെ പെരിമീറ്റർ ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി തന്നിരിക്കുന്നത് D എന്ന് പറയുന്നത്, ക്യാപിറ്റൽ D എന്ന് പറയുന്നത് സ്മോൾ ഡിക്കാളും ഗ്രേറ്റർ എന്ന് ഗിവൺ ആണ്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു എൻഡ്സ് ഓഫ് ദ കോയിൽ? ഈ കോയിലിന്റെ രണ്ട് എൻഡുകൾക്കിടയ്ക്കുള്ള റെസിസ്റ്റൻസ് എങ്ങനെ കാണുന്നത്? ρL/A എന്നാണ്. ഞാൻ റോ അതുപോലെ എഴുതി. ഇനി ഇവിടുത്തെ ലെങ്ത് ഓഫ് ദ കോയിലാണ് ചോദ്യം. ഒരു ടേണിൻ്റെത് 2πr. 2πr എന്ന് പറയുമ്പോഴത്തേക്ക് d/2. ഓക്കെ, 2πr. അങ്ങനത്തെ n ടേൺസ് ഉണ്ട്. അപ്പൊ LETA 2πd/2 × n ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കമ്പി. ആ കമ്പിയുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ നമ്മുടെ കോപ്പർ കണ്ടക്ടറിന്റെ ശ്രദ്ധിക്കുക, അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. πr എന്ന് പറയുന്നത് d/2, അതിന്റെ സ്ക്വയർ. ആൻസർ എത്ര വരും? 2 ക്യാൻസലായി. മേലിൽ റോ പൈ മേലും താഴെയും കട്ടായി. ρdn ഡിവൈഡഡ് ബൈ d². ഈ 2² 4, അത് മേലെ വരും. അപ്പൊ 4 ρdn ഡിവൈഡഡ് ബൈ d². അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. എളുപ്പമില്ലേ? നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ഓരോന്ന് കൂടെ ചെയ്തു പോകണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഫേസർ ഡയഗ്രാം ഫോർ ഡിവൈസ് കണക്റ്റഡ് ടു AC. AC-യിൽ ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫേസർ ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? അപ്പൊ നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിവിടെ ആരാണ് ലീഡിങ്, ആരാണ് ലാഗിങ് എന്ന് നമുക്ക് അറിയാൻ വയ്യ. നമ്മൾ എല്ലാം വരച്ചത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്നാണ് നമ്മൾ വരച്ചത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്ന് നമ്മുടെ വോൾട്ടേജിലേക്ക് ഇത്ര ആംഗിൾ ഉണ്ട്, കണ്ടല്ലോ. ആന്റി ക്ലോക്ക്വൈസ് ആയിട്ട് ആംഗിൾ അവിടെ നിന്ന് എടുക്കാം. ഇനി അതിനേക്കാളും ഒരു 90 ഡിഗ്രിയുടെ കൂടുതലാണ് കറണ്ടിലേക്കുള്ളത്. അപ്പൊ ആരുടെ ആംഗിൾ ആണ് കൂടുതൽ? കറണ്ടിന്റെ ആംഗിൾ ആണ് കൂടുതൽ. അപ്പൊ കറണ്ട് ആണ് എഹെഡ്. അപ്പൊ കറണ്ടിന്റെ ആംഗിൾ ആണ് കൂടുതൽ, കറണ്ട് എഹെഡ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ട് എഹെഡ് ആയിട്ടുള്ള സാധനം ഏതാണ്? കപ്പാസിറ്റർ. കപ്പാസിറ്ററിലാണ് കറണ്ട് എഹെഡ് തന്നല്ലോ. ഇനി AC സർക്യൂട്ട് കണ്ടതിന് കപ്പാസിറ്റർ ഓൺലി നമ്മൾ പഠിച്ചതാണ്. ഇനി എന്താ വേണ്ടത്? വെൻ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് 1/C ഒമേഗ എന്നാണ്. 1/C എഴുതി, ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν എന്നാണ്. ഫ്രീക്വൻസി കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി കൂട്ടിയാൽ XC എന്ത് ചെയ്യും? കുറയും. ഓക്കെ, വെൻ ഫ്രീക്വൻസി ഓഫ് AC ഈസ് ഇൻക്രീസ്ഡ്, ഇംപിഡൻസ് ഡിക്രീസസ് എന്നാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് മക്കളെ കറക്റ്റ് ആൻസർ. അതാ വരുന്നു. അടിപൊളിയല്ലേ? അപ്പൊ നമ്മുടെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ റേഡിയോ വേവ്സ് ആൻഡ് ഗാമ? റേഡിയോ വേവിനും ഗാമയ്ക്കും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് അറിയാന്നുള്ളതല്ലേ, റേഡിയോ വേവിനേക്കാൾ എനർജി കൂടിയ അതാണ് ഗാമ. അപ്പോൾ എനർജി ഓഫ് റേഡിയോ വേവ് ഈസ് ലെസ് ദാൻ ഗാമ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ഗ്ലാസ് പ്രിസം ഹാസ് ഇന്റേണൽ ആംഗിൾസ് 45, 45, 90. അപ്പൊ ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ 45 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. വിച്ച് ഡയഗ്രാം ഡെപിക്ട്സ് ദ പോസിബിൾ പാത്ത് ഓഫ് ലൈറ്റ്? ഇതിൽ കറക്റ്റ് പാത്ത് ഏതാണ്? നമ്മുടെ ഈ ഫസ്റ്റ് ഓപ്ഷൻ എ നമുക്ക് നേരെ വരയ്ക്കാം, അപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ ഓപ്ഷൻ എ. ഇത് 45, ഇതും 45 ആണ്. നമ്മൾ ഇതിൽ ഒരു ഡയഗ്രാം വരച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ലൈറ്റ് വിട്ടാൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ കയറി പോകും അല്ലേ? അപ്പൊ ഇത് തിരിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പൊ പാത്ത് ഓഫ് ലൈറ്റ് റിവേഴ്സിബിൾ ആണ്. അപ്പൊ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകും. അപ്പൊ ഫസ്റ്റ് വൺ കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ. അടിപൊളിയില്ലടാ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇനി ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ലൈറ്റ് ഫ്രം മോണോക്രോമാറ്റിക് സോഴ്സ് ഈസ് ഇൻസിഡന്റ് ഓൺ സിംഗിൾ സ്ലിറ്റ്. മോണോക്രോമാറ്റിക് ലൈറ്റ് വന്ന് സിംഗിൾ സ്ലിറ്റിൽ വീണു. റിസൾട്ടിങ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഈസ് viewed on screen. സ്ക്രീനിൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടായി. ഗ്രാഫ് ഷോസ് എ വേരിയേഷൻ ഓഫ് ഇന്റൻസിറ്റി വിത്ത് ഡിസ്റ്റൻസ് ഓൺ സ്ക്രീൻ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഗ്രാഫാണ്. സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലാകുമ്പോഴത്തേക്ക് സെൻട്രലിൽ നിന്ന് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്താണ് ഇന്റൻസിറ്റി കുറയും എന്നുള്ളത്. അപ്പം നമ്മൾ വരച്ചത് അതിൻ്റെ ഇവിടെ കാണുന്നുണ്ട്. മാക്സിമം ഇന്റൻസിറ്റി പിന്നെ ഇന്റൻസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പം അതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ് ഈസ് ഇൻക്രീസ്ഡ്. വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എ ഇൻക്രീസ് ചെയ്തു. കീപ്പിംഗ് ദ ഇന്റൻസിറ്റി സെയിം, ഇന്റൻസിറ്റിക്ക് മാറ്റമില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഒറിജിനൽ കർവ്, ഈ ഒറിജിനൽ കർവാണ് ഇപ്പം ഞാൻ മാർക്ക് ചെയ്തത്. ആ ഒറിജിനൽ കർവ് ഈ എല്ലാ ഓപ്ഷനുകളിലും ഡോട്ടഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആകെ ചെയ്തത് എ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? വിഡ്ത്ത് കൂട്ടിയാൽ, വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ് കൂട്ടിയാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ലൈറ്റ് കൂടും അല്ലേ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ലൈറ്റ് കൂടും. അപ്പൊ ഇന്റൻസിറ്റി കൂടും. ഓക്കെ, അപ്പൊ ഇന്റൻസിറ്റി കൂടും. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ ഏതാണ്? ഇന്റൻസിറ്റി കൂടുന്ന ഓപ്ഷൻ ഏതാണെന്ന് ആലോചിച്ചാൽ മതി. ഇന്റൻസിറ്റി കൂടുന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്ഷനിലാണ്. ഇതിൽ സിയും ഡിയും ആണ്. ഇതിന് ഡിസ്റ്റൻസ് കൂടുമ്പോഴത്തേക്ക് ആംപ്ലിറ്റ്യൂഡ് ഒറ്റയടിക്ക് നല്ല രീതിയിൽ കൂടുന്നത് കാണിക്കുന്നത് ഏതാണ്? ഇവിടെ ഡി ആണ്. മറ്റേതിനകത്ത് കറക്റ്റ് അല്ല. അതാ ഇവിടെ ഈ ഗ്രാഫ് കാണിക്കുന്നത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. സൈഡിലോട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. അപ്പൊ ഇതല്ല. ഇവിടെ കറക്റ്റ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറയുന്നത് കാണിക്കുന്നുണ്ട്. കണ്ടല്ലേ? അപ്പൊ ഡി ആണ് ആൻസർ. അപ്പൊ സിയും ഡിയും ആണെന്ന് നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായി. ഇപ്പൊ ഇതിലേതാണെന്ന് ഒരു കൺഫർമേഷൻ. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നു? Which of the following transitions corresponds to emission of radiation of maximum wavelength? Maximum wavelength ഉള്ള ട്രാൻസിഷൻ നോക്കണം. മാക്സിമം wavelength, ലാംഡ മാക്സിമം. അപ്പൊ ലാംഡ മാക്സിമം ആയിരിക്കണം. അപ്പൊ 1/λ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ആയിട്ടുള്ള ട്രാൻസിഷൻ ഏതെന്ന് നോക്കണം. 1/λ കാണാനുള്ള ഇക്വേഷൻ R × 1/nf² മൈനസ് 1/ni² എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അവിടെ ഇരിക്കട്ടെ. ഒന്നാമത്തത് 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് 2 ന്ന് 1 ട്രാൻസിഷൻ. പിന്നെ 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് 4 ന്ന് 2 4 ന്ന് 2 ഇനി 3 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ എടുക്കുകയേ വേണ്ട. കാരണം അത് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോവുകയാണ്. അപ്പൊ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഇനി അടുത്തത് 4 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് 3 നിന്ന് 2 വരികയാണ്. കണ്ടല്ലോ? ഇനി 6 എന്നുള്ളതിനെയും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഇതിനെയും മൈൻഡ് ചെയ്യണ്ട. അപ്പൊ നമ്മുടെ കയ്യിൽ 3 പേരാണുള്ളത്. ഇതിനകത്ത് ഏതാണ് ആൻസർ? ഈ ഏത് കേസിലാണ് ലാംഡ മാക്സിമം വരുന്നത്? അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് 1/λ ഇൻ ദ ഫസ്റ്റ് കേസ്. R × നമുക്ക് നോക്കാം 1/n ഫൈനൽ എന്ന് പറയുമ്പോൾ 1² മൈനസ് 1/2². ഇതാണ് ആദ്യത്തെ കേസ്.
ഇനി 1/λ അടുത്ത സെക്കൻഡ് കേസിൽ വരുമ്പോൾ r × 1/2 സ്ക്വയർ മൈനസ് 1/4 സ്ക്വയർ. കണ്ടില്ലേ? ഇനി അടുത്ത 1/λ അടുത്ത കേസ് എന്ന് പറയുന്നത് 4 ആണ്. 4 ആണ്. ഈക്വൽ ടു r × 1/2 സ്ക്വയർ മൈനസ് 1/3 സ്ക്വയർ എന്നാണ്. കണ്ടല്ലോ? അപ്പൊ ഇതില് നമുക്ക് ഈ ലാസ്റ്റ് രണ്ടെണ്ണം ഞാൻ എഴുതിയതിനകത്ത് ഒരെണ്ണത്തിനെ ഇപ്പം മാറ്റാം. 1/λ മിനിമം ആയിരിക്കണം. 1/λ മിനിമം ആയിരിക്കണമെങ്കിൽ സെക്കൻഡ് ടേം മാക്സിമം ആയിരിക്കണം. സെക്കൻഡ് ടേം മാക്സിമം ആയിരിക്കണം. ഈ സെക്കൻഡ് ടേം മാക്സിമം ആയിരിക്കണം. സെക്കൻഡ് ടേം മാക്സിമം ആയ 1/λ ആൻസർ മിനിമം ആയിരിക്കും. സെക്കൻഡ് ടേമില് അത് മാക്സിമം വരണമെങ്കിൽ ഡിനോമിനേറ്റർ ചെറുതായിരിക്കണം. അപ്പൊ ഡിനോമിനേറ്റർ ചെറുതായിരിക്കണം. കണ്ടില്ലേ? ഇപ്പൊ ഇതിനകത്ത് ഇതല്ലേ ഡിനോമിനേറ്റർ. അപ്പൊ ഇത് രണ്ടെണ്ണത്തിൽ ഇതിനെ ഒഴിവാക്കി ഇപ്പൊ ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടെണ്ണത്തിനെയാണ് ഇപ്പൊ കമ്പയർ ചെയ്യേണ്ടത്. ഇതിൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1/λ1 ഈക്വൽ ടു r × ഇവിടെ 1 മൈനസ് 1/4 അപ്പോൾ 3/4 എന്നാണ് കിട്ടുന്നത്. ഇതാണ് ഒരെണ്ണം കിട്ടുന്നത്. അപ്പോൾ 1/λ4 അതിൻ്റെ ആൻസർ വരുന്നത് r × 1/4ൻ്റെയും 9ൻ്റെയും കൂടെ LCM 36 നമുക്ക് 36 9 മൈനസ് 4. ഓക്കെ. r × 5/36 എന്ന് വരും. ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ r × 0.75 എന്നാണ്. ഇതിന്റെ ആൻസർ r × 5/36 എന്നാണ്. 0.1. കണ്ടില്ലേ? ഇതിൽ 1/λ ആൻസർ ചെറുത് വരുന്നത് ഈ കേസ്. കണ്ടില്ലേ? അപ്പോ ഏതാണ് ആൻസർ? 4 ആണ് എന്റെ ആൻസർ. 4 വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ്. കണ്ടില്ലേ? ചെറിയൊരു വിലക്കുണ്ട്. ആൻസർ നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളത്. അടിപൊളിയല്ലേ? ഇങ്ങനെ ചെയ്തു നോക്കണം. അടുത്ത് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് അലോങ് ദ ആക്സിസ് ഓഫ് കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ലൂപ്പിന്റെ ആക്സിസ് വഴി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അതുവഴി ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ പ്രൊജക്ട് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ ഇതാണ് കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. ഇതിന്റെ ആക്സിസ് വഴി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ ആക്സിസ് വഴിയാണ് ഇപ്പൊ നിങ്ങളുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ വിക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ, അതായത് തീറ്റ 0 ആണ്. അപ്പൊ ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് എത്ര ഫോഴ്സ് കൊടുക്കും നിങ്ങളുടെ ചാർജിന്റെ പുറത്ത്? എങ്ങനെ കണ്ടുപിടിക്കുക? F = QVB sin θ എന്നാണ്. ഇവിടെ തീറ്റ 0 അല്ലേ? അപ്പോൾ ഫോഴ്സിന്റെ ആൻസർ QVB sin 0. ആൻസർ 0 എന്ന് വരും. അപ്പൊ നിങ്ങളുടെ ചാർജിന്റെ മണ്ടയിൽ ഫോഴ്സ് ഒന്നും കിട്ടില്ലെങ്കിൽ നോ ഫോഴ്സ്. ഫോഴ്സ് ഇല്ലെങ്കിൽ ആക്സലേഷൻ ഇല്ല. അപ്പോൾ ഫോഴ്സ് ഇല്ല, ആക്സലേഷനും ഇല്ല. അപ്പൊ അത് റെസ്റ്റിലാവാം, കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തതാവാം. അപ്പൊ ഇതിനകത്ത് ആൻസർ നോക്കാം. അപ്പൊ ഇതിനകത്ത് ആൻസർ വരുന്നത് ഡി ആണോ നോക്കും. ചാർജ്ഡ് പാർട്ടിക്കിൾ വിൽ മൂവ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഞാൻ പറഞ്ഞില്ലേ, രണ്ട് ആക്സലേഷൻ 0 അല്ലേ? അപ്പൊ ചാർജ്ഡ് പാർട്ടിക്കിൾ റെസ്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യായിരിക്കും. നല്ല ആക്സലേഷൻ 0 വരും. അടിപൊളിയില്ലടാ, അത് എളുപ്പം. അടുത്തത് വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. 2 small identical magnets are allowed to fall freely, one through vertical solenoid 20 meter made up of copper, another through the same vertical distance. The time taken by the two എങ്ങനെയിരിക്കും? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു മാഗ്നറ്റിനെ വെറുതെ നമ്മൾ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് താഴേക്ക് വരും. ഓക്കെ, സംശയമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു സോളിനോയിഡിന്റെ അകത്തൂടെ ഇതിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഡിസ്റ്റൻസ് ഇത് താഴേക്ക് വീഴുകയാണെങ്കിൽ താഴോട്ട് വീഴുന്ന സമയത്ത് ഇതിനകത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ച് ആവും. അപ്പോൾ ഇതിനകത്തൊരു ബാക്ക് EMF ഉണ്ടാവും. അപ്പൊ ഇതിനകത്തുണ്ടാകുന്ന EMF, ബാക്ക് EMF നമ്മൾ പറയണ്ട, EMF ഉണ്ടാവും. EMF ലെൻസസ് ലോയെ ഒബേ ചെയ്യും. അപ്പോൾ മൂവ്മെന്റിനെ അത് ഒപ്പോസ് ചെയ്യും. കാരണം മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിന് കാരണം മാഗ്നറ്റിന്റെ മൂവ്മെന്റ് ആണ് താഴോട്ട്. അപ്പൊ അത് ഒപ്പോസ് ചെയ്യാൻ അത് ശ്രമിക്കും. അപ്പൊ താഴോട്ടുള്ള മൂവ്മെന്റിനെ അത് തടസ്സപ്പെടുത്തും. അപ്പൊ മാഗ്നറ്റ് പതുക്കെ മാത്രമേ താഴേക്ക് മൂവ് ചെയ്യും. ഓക്കെ. അപ്പൊ ഫസ്റ്റ് കേസിൽ സെക്കൻഡ് കേസിൽ നോക്കി, ആദ്യത്തെ കേസിൽ മാഗ്നറ്റ് ഫാസ്റ്റ് താഴെ വീഴും, രണ്ടാമത്തെ കേസിൽ സ്ലോ ആയിട്ട് താഴെ വീഴും. അപ്പൊ ഏത് ആൻസർ? ടൈം ടേക്കൺ. അപ്പൊ ഏതിലാണ്? രണ്ടാമത്തെ കേസിൽ കൂടുതൽ ടൈം എടുക്കും.
അപ്പം മോർ ഫോളിങ് ത്രൂ സോളിനോയിഡ് എന്നാണ് ആൻസർ. ഓപ്ഷൻ സി ആണ്. അടിപൊളിയല്ലേ? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത് EMF generated by a generator V is equal to V0 sin omega t എന്ന് പറഞ്ഞിട്ടുണ്ട്. Where omega is angular frequency എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അറിയാം. What will be the EMF if the angular frequency is doubled? Angular frequency double ചെയ്താൽ എന്ത് സംഭവിക്കും? നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളത് E is equal to E0 sin omega t എന്നാണ്. അതൊരു കാര്യമില്ലല്ലോ. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്. ഇതില് what will be the EMF if angular frequency is doubled? നമുക്ക് എഴുതാം. ഇതില് V is equal to ഈ V0യുടെ ആൻസർ BAN ഒമേഗ എന്നാണ്. ബാക്കി സൈൻ ഒമേഗ ടി. ഇത് നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഇക്വേഷൻ എന്നല്ല, ജനറേറ്ററിൽ നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. ഇതിന് നമ്മുടെ ഇവിടുത്തെ കേസിൽ എന്താ ഡബിൾ ചെയ്തത്? ആംഗുലാർ ഫ്രീക്വൻസി എത്രയായി? ഡബിൾ ആയി. അപ്പൊ എന്ത് സംഭവിക്കും? വിയുടെ ആൻസർ എത്രയാവും? വി ഡാഷ് എന്ന് വിളിക്കാം. BAN 2 ഒമേഗ സൈൻ 2 ഒമേഗ ടി എന്നാവും. കണ്ടില്ലേ? അപ്പോൾ ഇതിനകത്ത് ആൻസർ എത്ര വരും? അപ്പൊ ആൻസർ ഇതില് BAN ഒമേഗ സൈൻ 2 ഒമേഗ ടി എന്നാണ് ഇപ്പൊ ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ആൻസർ എഴുതാം. അപ്പോൾ ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് V0 ആണ്. അപ്പോൾ വി ഡാഷ് ഈക്വൽ ടു V0 എഴുതി, 2 അവിടെ ഉണ്ട്, ദെൻ സൈൻ 2 ഒമേഗ ടി. നമ്മുടെ ഇവിടുത്തെ ആൻസർ സി ആണോ നോക്കൂ. 2V0 സൈൻ 2 ഒമേഗ ടി. കറക്റ്റ് അല്ലേ? സൂക്ഷിച്ചാണ്, ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. റേഷ്യോ ന്യൂക്ലിയർ ഡെൻസിറ്റീസ് ഓഫ് 2 ന്യൂക്ലിയൈ ഹാവിംഗ് മാസ് നമ്പർ 8 and 7. എത്ര ആയിക്കോട്ടെ, ഡെൻസിറ്റി ഓഫ് ഓൾ ന്യൂക്ലിയർ സെയിം. അപ്പൊ റേഷ്യോ ഓഫ് ഡെൻസിറ്റീസ് എത്ര വരും? 1:1. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ഇതാ വരുന്നു. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? വെൻ വി മൂവ് എ മാഗ്നറ്റിക് കോമ്പസ് ഫ്രം P to Q, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? P-ന്ന് Q-ലോട്ട് നമ്മൾ ഒരു ഇതാണ് P. ഇപ്പൊ P-ന്ന് Q-ലോട്ട് ഇതാണ് Q. P എന്ന് പറയുന്നത് ആക്സിയൽ പോയിന്റ് ആണ്. ആക്സിയൽ പോയിന്റ് ആണ്. ആക്സിയൽ പോയിന്റ് ആണ്. Q എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ പോയിന്റ് ആണ്. ഇത്രയും നമുക്ക് ബോധ്യമുണ്ട്. ഓക്കെ. സോളിനോയിഡ് ആണ് ഇവിടെ യെല്ലോ കളറിൽ നിങ്ങൾ കാണുന്നത്. ഇതിൽ കൂടെ കറണ്ട് കയറ്റി വിട്ടാൽ P-യിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് ആണ്. ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് ആണ്. ഓക്കെ. ഇനി ഇക്വറ്റോറിയൽ സൈഡിലാണെങ്കിലോ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് ആണ്. അതായത് P-യിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് Q-യിലുള്ളത്. അപ്പൊ നമ്മളൊരു മാഗ്നറ്റിക് നീഡിലിനെ കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും? P-യിൽ കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും? എവിടെ കൊണ്ടുവച്ചാലും ഒരു മാഗ്നറ്റിക് നീഡിൽ വിൽ ലൈ പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ P-യിൽ കൊണ്ടുവച്ചാൽ അവിടുത്തെ ഫീൽഡിന് പാരലായിട്ട് നിൽക്കും. Q-യിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അവിടുത്തെ ഫീൽഡിന് പാരലായിട്ട് നിൽക്കും. പക്ഷെ P-യിലെയും Q-യിലെയും ഫീൽഡുകൾ ഓപ്പോസിറ്റ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഷുവറായിട്ടും മാഗ്നറ്റിക് നീഡിന്റെ ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ആവും. ഇതിനകത്ത് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണോ നമുക്ക്? ഡിഫ്ലക്ഷൻ ഓഫ് മാഗ്നറ്റിക് നീഡിൽ അറ്റ് P and Q വിൽ ബി ഓപ്പോസിറ്റ്. ബി ആണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്തത് ഇനി വരുന്ന എത്ര 4 ക്വസ്റ്റ്യൻ, 13, 14, 15, 16. ഈ ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോ ഇത്രയും നേരം ചെയ്ത എല്ലാത്തിനും 1 മാർക്കാണ്. അപ്പൊ 1 മാർക്ക് പോയാൽ പോക്കാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പൊ ഇനി വരുന്ന 4 ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അസർഷൻ റീസൺ ടൈപ്പ് ആണ്. ഓക്കെ. ഇപ്പൊ എ എന്ന് എഴുതേണ്ടത് ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആയിരിക്കണം. റീസൺ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ ആയിരിക്കണം. ബി ആണ് എഴുതേണ്ടതെങ്കിൽ അസർഷൻ ആൻഡ് റീസൺ ട്രൂ ആയിരിക്കണം. ബി ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിരിക്കണം. അസർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ഫാൾസ് ആണെങ്കിൽ സി എഴുതണം. ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ഫാൾസ് ആണെങ്കിൽ ഡി എഴുതണം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13. ടോട്ടൽ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ഈസ് നെഗറ്റീവ്. അറിയാം, കറക്റ്റ് ആണ്. ഓക്കെ. ടോട്ടൽ എനർജി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതിന്റെ അർത്ഥം ഇലക്ട്രോൺ ഈസ് ബൗണ്ട് ടു ദ ന്യൂക്ലിയസ് എന്നാണ്. ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതും കറക്റ്റ് ആണല്ലോ. ഇലക്ട്രോണിന് കറങ്ങാൻ വേണ്ട
സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്, അതും കറക്റ്റ് ആണ്. അപ്പൊ അസർഷനും റീസണും കറക്റ്റ് ആണ്, ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ ആണ്. അപ്പൊ ആ ഓപ്ഷൻ ബി ആണ് ആൻസർ. ബി ആണ് ഇതിന്റെ ആൻസർ. അടിപൊളിയല്ലേ? അടിപൊളിയല്ലടാ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത് മക്കളെ? അസർഷൻ എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ലൈറ്റ് പാസിംഗ് ഫ്രം ഗ്ലാസ് ടു എയർ ഈസ് മിനിമം ഫോർ വയലറ്റ്. നമുക്ക് ക്രിട്ടിക്കൽ ആംഗിൾ കാണാൻ നമുക്കറിയാം, എന്താണ് 1/sin c ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ വയലറ്റ് ആണ് ഉപയോഗിക്കുന്നത്. വയലറ്റിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മോർ ആണ്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മോർ ആണെങ്കിൽ സൈൻ സിയുടെ ആൻസറും മോർ ആയിരിക്കും. സോറി, സൈൻ സിയുടെ ആൻസർ ലെസ് ആയിരിക്കും. സൈൻ സി ലെസ് ആയിരിക്കും. സൈൻ സി ലെസ് എന്ന് പറഞ്ഞാൽ സി ലെസ് ആയിരിക്കും. സംശയം. നമ്മുടെ സൈനിന്റെ കേസിൽ ആംഗിൾ കൂടിയാൽ സൈൻ്റെ വാല്യൂ കൂടും അല്ലേ? ആംഗിൾ കുറഞ്ഞാൽ സൈൻ്റെ വാല്യൂ കുറയും. അപ്പൊ മ്യൂ വയലറ്റിന് മോർ ആണ്. അപ്പൊ സിയുടെ വാല്യൂ ലെസ് ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം. ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ലൈറ്റ് പാസിംഗ് ഫ്രം ഗ്ലാസ് ടു എയർ ഈസ് മിനിമം ഫോർ വയലറ്റ്. ശരിയാണ്, കാരണം വയലറ്റിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മോർ ആണ്, സി അപ്പം ലെസ് ആണ്. അപ്പൊ അസർഷൻ കറക്റ്റ് ആണ്. ഇനി റീസൺ നമുക്ക് നോക്കാം. വേവ് ലെങ്ത് ഓഫ് ബ്ലൂ ലൈറ്റ് ഗ്രേറ്റർ ദാൻ അതർ കളേഴ്സ്. അയ്യോ, തെറ്റായി പോയല്ലോ. ബ്ലൂ ലൈറ്റിന്റെ വേവ് ലെങ്ത് കൂടുതലാണോ കുറവല്ലേ? അപ്പൊ അത് തെറ്റാണ്. അപ്പൊ അസർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി ആണ്. സി എഴുതുന്നപ്പോഴാണ് അസർഷൻ ട്രൂ, റീസൺ ഫാൾസോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അസർഷൻ എന്താണ്? ടു ലൈറ്റ് സോഴ്സസ് എമിറ്റിംഗ് ലൈറ്റ് വേവ്സ് ഓഫ് സിമിലർ വേവ് ലെങ്ത് ആർ കൊഹറന്റ്. കൊഹറന്റിന്റെ ഡെഫിനിഷൻ എന്താണ്? ലൈറ്റ് വേവ്സ് എമിറ്റിംഗ് ലൈറ്റ് ഓഫ് എന്താണ്? സെയിം ഫ്രീക്വൻസി ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മൾ വേവ് ലെങ്ത് പറഞ്ഞാലും മതി. ആൻഡ് സെയിം ഫേസ്. ഈ സെയിം ഫേസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആയാലും മതി. കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ആയാലും ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ കൊഹറന്റിന്റെ കണ്ടീഷൻ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് നമുക്ക് നോക്കാം. ടു ലൈറ്റ് സോഴ്സസ് എമിറ്റിംഗ് ലൈറ്റ് വേവ്സ് ഓഫ് സിമിലർ വേവ് ലെങ്ത്. അപ്പൊ സെയിം വേവ് ലെങ്ത് കൊഹറന്റ് ആവില്ല. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ ഓക്കെ ആണെങ്കിലേ ആവും. അപ്പൊ ആദ്യത്തെ അല്ല. ടു ലൈറ്റ് സോഴ്സ് എമിറ്റിംഗ് ലൈറ്റ് വേവ്സ് ഹാവിംഗ് സീറോ ഓർ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. അപ്പൊ അത് ഒരു കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ രണ്ടും അസർഷനും തെറ്റാണ്, റീസണും തെറ്റാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. കണ്ടില്ലേ? അപ്പൊ രണ്ട് കണ്ടീഷൻ ഓക്കെ ആണെങ്കിലേ നിങ്ങൾ കൊഹറന്റ് എന്ന് പറയാവൂ. ഒരെണ്ണം കണ്ടിട്ട് ഇത് കറക്റ്റ് ആണല്ലോ, പകുതി ശരിയല്ലേ എന്ന് ചോദിച്ചാൽ നമ്മളിലെ പകുതി എഴുതിയിട്ട് സാറിന്റെ ചെന്ന് സാറേ ഇതിന്റെ പകുതി മാർക്ക് തരണേ എന്ന് പറയുന്നത് പോലെയാണ്. അത് നമുക്കിവിടെ എക്സാമിന് നടക്കില്ല. അടുത്തത് അസർഷൻ എന്താണ്? ഫോർ 3 പോയിന്റ് ചാർജസ് ടു ബി ഇൻ ഇക്വിലിബ്രിയം ദേ മസ്റ്റ് ബി കൊളീനിയർ. കറക്റ്റ് ആണ്. 3 ചാർജസ് ഇക്വിലിബ്രിയം ആവണമെങ്കിൽ അത് എന്താണ്? കൊളീനിയർ ആയിരിക്കണം. ശരിയാണ്. ഞാൻ നോക്കാം. ഇനി നമുക്ക് 3 ചാർജസ് വരയ്ക്കാം. 3 ചാർജസ്, ഞാൻ 3ഉം പോസിറ്റീവ് ആണ് വരച്ചത്. പോസിറ്റീവ് വരച്ചാൽ എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എല്ലാത്തിന്റെ മണ്ടയിലുള്ള നെറ്റ് ഫോഴ്സ് എത്ര ആയിരിക്കണം? 0. അപ്പൊ ഞാൻ ഇപ്പൊ നടുക്കുള്ളതിനെ എടുക്കാം. ഈ നടുക്കുള്ളതിന് ലെഫ്റ്റ് ഇരിക്കുന്ന ചാർജ് റൈറ്റിലോട്ട് റിപ്പൽ ചെയ്യും, റൈറ്റ് ഇരിക്കുന്നത് ലെഫ്റ്റിലോട്ട് റിപ്പൽ ചെയ്യും. ഈ രണ്ട് റിപ്പൽസീവ് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ഈ രണ്ട് ഫോഴ്സ് ഈക്വൽ ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ലെഫ്റ്റിൽ ഇരിക്കുന്നവനെ നിങ്ങളൊന്ന് നോക്കിയേ, അവനെ മിഡിലിൽ ഇരിക്കുന്നവൻ ലെഫ്റ്റിലോട്ട് റിപ്പൽ ചെയ്യും, റൈറ്റ് ഹാൻഡിൽ ഇരിക്കുന്നവന് ലെഫ്റ്റിലോട്ട് റിപ്പൽ ചെയ്യും. രണ്ട് ഫോഴ്സ് ലെഫ്റ്റിലോട്ടാണ്. അപ്പൊ നെറ്റ് ഫോഴ്സ് ഒരിക്കലും 0 ആവില്ല. ഇനി റൈറ്റിൽ ഇരിക്കുന്നവനെ നോക്കിയാണ്, ലെഫ്റ്റിൽ ഇരിക്കുന്നവന് റൈറ്റിൽ ഇരിക്കുന്നവനെ അവനെ റിപ്പൽ ചെയ്യുന്ന റൈറ്റിലോട്ടാണ്. അപ്പൊ നെറ്റ് ഫോഴ്സ് ഒരിക്കലും 0 ആവില്ല. അപ്പൊ 3ഉം എന്താണ്? സിമിലർ ചാർജസ് ആണെങ്കിൽ, ലൈക്ക് ചാർജസ് ആണെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. ഇനി ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ തിരിയുന്നേ ഉള്ളൂ. അപ്പൊ ഒരിക്കലും ചാർജസ് എന്താവരുത്? ഒരേപോലെ ആവരുത്. പക്ഷേ നമുക്ക് അങ്ങേറ്റവും ഇങ്ങേറ്റവും ഇരിക്കുന്നത് പോസിറ്റീവ് ആണെന്ന് വെച്ചു, നടുക്കിരിക്കുന്നത് നെഗറ്റീവ് ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നടുക്കിരിക്കുന്നവനെ ഈ ഇപ്പുറത്തിരിക്കുന്നത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഇവനും അട്രാക്ട് ചെയ്യും. അപ്പൊ രണ്ട് ഓപ്പോസിറ്റ് ഫോഴ്സുകളാണ്. ഇതിന്റെ ഈക്വൽ ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 വരാം. ഇനി നമുക്ക് ലെഫ്റ്റിൽ ഇരിക്കുന്നവനെ നോക്കിയാൽ നടുക്കിരിക്കുന്നവൻ അവനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ലാസ്റ്റ് എൻഡ് ഇരിക്കുന്നവൻ അവനെ റിപ്പൽ ചെയ്യും. ഈ രണ്ട് ഫോഴ്സുകളും ഈക്വൽ ആയ ഡിസ്റ്റൻസ് പ്രോപ്പർലി അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഈ രണ്ട് ഫോഴ്സുകളും എന്താണ്?
ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയാൽ ക്യാൻസലായി നെറ്റ് ഫോഴ്സ് 0 ആവും. അതേപോലെ തന്നെ റൈറ്റ് ഇരിക്കുന്നവനെ മിഡിൽ ഇരിക്കുന്നവൻ ലെഫ്റ്റിലോട്ട് അട്രാക്ട് ചെയ്യും, ലെഫ്റ്റിൽ ഇരിക്കുന്നവൻ റൈറ്റിലോട്ട് റിപ്പൽ ചെയ്യും. ഈ രണ്ട് ഫോഴ്സുകൾ ഈക്വൽ ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആവാം. അപ്പം നമുക്ക് കാര്യം പിടികിട്ടി. എന്താണ്, ഒരു ചാർജ് മറ്റവൻ വരുന്നത് ഡിഫറെൻ്റ് ആയിരിക്കണം. ഓക്കെ, ഇതാണ്. അപ്പോൾ ഫോർ 3 പോയിന്റ് ചാർജസ് ടു ബി ഇൻ ഇക്വിലിബ്രിയം ദേ മസ്റ്റ് ബി കൊളീനിയർ. അപ്പോൾ അസർഷൻ കറക്റ്റാണ്. ഇനി വൺ ഓഫ് ദ 3 ചാർജസ് മസ്റ്റ് ഹാവ് ഡിഫറെന്റ് പൊളാരിറ്റി ദാൻ അതർ, അതും ശരിയാണ്. പക്ഷെ അസർഷനും റീസണും കറക്റ്റ് ആണെങ്കിലും എന്താണ്, നമ്മുടെ റീസൺ എന്ന് പറയുന്നത് അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പൊ നമ്മൾ ഏത് ഓപ്ഷനാണ് ഇടുന്നത്? ബി ആണ്. കണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞിരിക്കുന്നത്. 16 ക്വസ്റ്റ്യൻസ്. ഈ 16 ക്വസ്റ്റ്യനിൽ ഒരെണ്ണം തെറ്റിപ്പോയാൽ ഒരു മാർക്ക് പ്ലെയിൻ ആയിട്ട് അങ്ങ് പോകും. വളരെ കെയർഫുൾ ആയിരിക്കണം. ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് എന്തെങ്കിലും മാർക്ക് കുറഞ്ഞവരാരാ പോയി അങ്ങനെയൊക്കെ ചിന്തിക്കാം. ഇതിനകത്ത് ഒരു മാർക്ക് പോയി എന്നത് പ്ലെയിൻ ആയിട്ട് ഒരു മാർക്ക്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം ആദ്യത്തെ 16 ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് അടുത്ത കുറച്ചുകൂടെ വലിയ ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അടുത്തത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ BM ആണ്, അല്ലെങ്കിൽ B0 ആണ്. ചില ആളുകൾ B0 എന്ന് എഴുതും, ചില ആളുകൾ BM എന്ന് എഴുതും. അപ്പൊ ഞാനിപ്പോ B0 എന്ന് എഴുതും. B0 എന്നോ BM എന്നോ ഒക്കെ എഴുതാം കേട്ടോ. ഓക്കെ, പ്രൊപ്പഗേറ്റിംഗ് ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇതിന്റെ പ്രൊപ്പഗേഷൻ പോസിറ്റീവ് എക്സ് ആണ്. ഇതിന്റെ വാല്യൂ 510 × 10⁻⁻⁹. ഇത് K ക്യാപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. K ക്യാപ്പ് എന്ന് പറഞ്ഞാൽ Z ഡയറക്ഷനിലാണ്. അപ്പൊ ഇത് Z ഡയറക്ഷനിലാണ് പോകുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നതെന്നല്ല, Z ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. പ്രൊപ്പഗേഷൻ എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആണ്, എക്സ് ഡയറക്ഷനാണ്. കണ്ടില്ലേ? പിന്നെ ആംഗുലാർ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ഒമേഗ തന്നിട്ടുണ്ട്. ഒമേഗ 60 × 10⁻⁶ ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മൾ ഒരു റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സി എന്ന് പറഞ്ഞാൽ ω/K എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് K കണ്ടുപിടിക്കാം. K എന്ന് പറഞ്ഞാൽ ω/C എന്നാണ്. ഒമേഗ 60 × 10⁻⁶ ആണ്. സിയുടെ വാല്യൂ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയതുകൊണ്ട് 3 × 10⁸. ഇത് രണ്ടും കൂടെ വെട്ടുമ്പോൾ 20 വരും. ഇത് രണ്ടും വെട്ടുമ്പോൾ 10 ഒരു സ്ക്വയർ വരും. അപ്പൊ 20 × 10⁻⁻². 20 × 10⁻⁻² എന്ന് പറയുമ്പോൾ 0.20. ഇതാണ് കെയുടെ വാല്യൂ. ഇപ്പൊ ഇത്രയും സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എഴുതണം. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ട് വരണം? നമ്മൾ ആലോചിക്കുക. E×B എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷനാണ്. നിങ്ങൾക്കറിയാം E×B എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷനാണ്. E നമുക്ക് അറിഞ്ഞുകൂടാ. B എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്? B എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലാണ്, സോറി Z ഡയറക്ഷനിലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് K എന്നും ഞാൻ വിളിക്കാം. ഈക്വൽ ടു പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആണ്, I ആണ്. അപ്പൊ E എങ്ങോട്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. I/J K ഒക്കെ എഴുതി നോക്കിയാൽ നമുക്കറിയാം. J×K ആണ് I. അപ്പൊ J×K ആണ് I. കണ്ടില്ലേ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എലോങ് J എന്ന് പറഞ്ഞാൽ എലോങ് Y. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? Y ഡയറക്ഷനിലാണ്. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? Y ഡയറക്ഷനിലാണ്. കണ്ടില്ലേ? അപ്പൊ നമ്മളത് എങ്ങനെ എഴുതും? ഇലക്ട്രിക് ഫീൽഡ് Y ഡയറക്ഷനിലാണെന്ന് മനസ്സിലായി. പ്രൊപ്പഗേഷൻ എക്സ് ഡയറക്ഷനിലുമാണെന്ന് അറിയാം. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിനെ എങ്ങനെ എഴുതും? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതുന്ന സ്റ്റൈൽ E0 sin KZ - ωt എന്നാണ് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചത്. ഇവിടെ പ്രൊപ്പഗേഷൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. അപ്പൊ ഇത് പോസിറ്റീവ് Z ഡയറക്ഷനിൽ പോകുന്നതിന്റെ ഇക്വേഷനാണ്. അപ്പൊ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ Z എഴുതിയ സ്ഥലത്ത് എക്സ് എഴുതാം. കണ്ടല്ലേ? ഇതിൽ ഇനി വാല്യൂ ഇട്ട് കൊടുക്കുക. E ഈസ് ഈക്വൽ ടു E0യുടെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? E0/B0 എന്ന് പറഞ്ഞാൽ C ആണ്. E0 എന്ന് പറഞ്ഞാൽ CB0 ആണ്. സിയുടെ വാല്യൂ 3 × 10⁸ B0യുടെ വാല്യൂ നമുക്കറിയാം 510 ആണ്. 510 × 10⁻⁹.
അപ്പോൾ നമുക്ക് ഇവിടെ ഈ 10 ഇതും കൂടി ചേരുമ്പോൾ 10⁻⁻8 അതും 10⁻8 കൂടെ പോയി. 51 × 3 153 എന്ന് വരും. അപ്പോൾ 153. ഇനി നമുക്ക് എഴുതാം. ആൻസർ എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഈ 0ക്ക് വരെ 153. ദെൻ സൈൻ കെയുടെ വാല്യൂ നമ്മൾ എഴുതി 0.20. ഈ എക്സ് മൈനസ് ഒമേഗയുടെ വാല്യൂ നമുക്കറിയാം. ഒമേഗയുടെ വാല്യൂ നമ്മൾ നേരത്തെ ഇവിടെ തന്നിട്ടുണ്ട്. 60 × 10⁻6 t. ഇനി ഇതെങ്ങോട്ടാണ് പോകുന്നത്? എലോങ് ഒയ് ആണ്. എലോങ് ഒയ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് എഴുതും? ജെ. കണ്ടില്ലേ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ. നമ്മൾ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇതൊക്കെ സൂക്ഷിച്ച് ചെയ്യണം. ഇത് നമ്മൾ ഇതേമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. The following graph shows the potential difference across the terminals of a cell against a load current. നമ്മുടെ y ആക്സിസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും എക്സ് ആക്സിസിൽ കറണ്ടുമാണ്. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് 0 ആയിരിക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ വാല്യൂ 6 എന്ന് കാണുന്നുണ്ട്. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞു? ഇനി എന്താണ് കാണേണ്ടത്? EMF ഓഫ് ദ സെൽ. എപ്പോഴാണ് EMF? എന്താണ് EMFന്റെ ഡെഫിനിഷൻ? EMF എന്ന് പറഞ്ഞാൽ PD ബിറ്റ്വീൻ ടെർമിനൽസ് വെൻ നോ കറണ്ട് എന്നാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഓപ്പൺ സർക്യൂട്ടിൽ ഇരിക്കുമ്പോഴുള്ള ടെർമിനൽസിനിടയ്ക്കുള്ള PD, അതായത് കറണ്ട് ഇല്ലാത്തപ്പോൾ ഉള്ള കറണ്ടിന്റെ വാല്യൂ 0 ആയിരിക്കുമ്പോഴുള്ള PD എടുക്കുക. അപ്പൊ കറണ്ടിന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ആ സമയത്തുള്ള PDയുടെ വാല്യൂ 6 ആണ്. അപ്പൊ ആദ്യത്തെ ആൻസർ 6 വോൾട്ട്. അപ്പൊ EMFന്റെ ആൻസർ 6 വോൾട്ട്. അടിപൊളി. ഇനി ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒത്തിരി ചെറിയൊരു ചടങ്ങുണ്ട്. നമുക്ക് അത് നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ ഷോർട്ട് കട്ട് ഓർത്ത് വെച്ചിട്ട് അങ്ങനെ അങ്ങ് ചെയ്താലും മതി. അപ്പൊ ഞാനിതിപ്പോൾ ഫുള്ള് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് അറിയാമല്ലോ. സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? y = ax + b എന്നാണ്. ഓക്കെ. ഇനി നമ്മുടെ ഇവിടെ നമുക്കറിയാവുന്ന ഇക്വേഷൻ EMF = ടെർമിനൽ PD + ലോസ്റ്റ് വോൾട്ട് എന്നാണ്. അപ്പൊ ഇതിനകത്ത് V എന്ന് പറഞ്ഞാൽ E - IR എന്നാണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. കണ്ടല്ലേ? അപ്പൊ ഇത് ഞാനിവിടെ അങ്ങോട്ട് എഴുതാം. V = അതിലെ ആ സെക്കൻഡ് ടൈം എടുത്ത് ഞാൻ ആദ്യം എഴുതാം. -IR + E എന്നാണ്. കണ്ടില്ലേ? അപ്പൊ ഞാൻ ഇതിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്യാം. -RI + E എന്നാണ്. നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷനും ഇപ്പൊ നിങ്ങൾ എഴുതിയ ഇക്വേഷനും കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാം. വൈക്ക് പകരം V ആണ്, എക്ക് പകരം -R ആണ്. കണ്ടില്ലേ? ഇനി എക്സിന് പകരം I ആണ്, ഇനി ഇക്ക് പകരം ഇവിടെ B ആണ്. കണ്ടില്ലേ? ഇപ്പൊ ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്കിവിടെ നമ്മൾ ഇത്രയും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ സ്ലോപ്പ് എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചാണ്. സ്ട്രെയിറ്റ് ലൈനിന്റെ കേസിൽ സ്ലോപ്പ് എങ്ങനെയാണ് കാണുന്നത്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ΔY/ΔX. അത് നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ നമുക്ക് പ്രയോഗിക്കാം. ΔYക്ക് പകരം V, ΔXന് പകരം ΔI. അപ്പൊ ഇതിന്റെ ആൻസർ, സ്ലോപ്പിന്റെ ആൻസർ A ആണെന്ന് അന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ A ആണെങ്കിൽ ഇവിടെ എന്താണ്? -R. അപ്പൊ ഇവിടെ ΔV/ΔI കണ്ടുപിടിച്ചാൽ -R കിട്ടും. നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ എങ്ങനെ നെഗറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോരെ? അപ്പൊ R കിട്ടാൻ എന്ത് ചെയ്യണം? -ΔV/ΔI എടുക്കണം. അതായത് നെഗറ്റീവ് ഓഫ് സ്ലോപ്പ് എടുക്കണം. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. നെഗറ്റീവ് അതുപോലെ കിട്ടും. കണ്ടില്ലേ? ΔVയുടെ ആൻസർ പറയുക. ΔV 0 to 6. അപ്പൊ 6 - 0 എന്ന് ഞാൻ എടുക്കാം. ഡിവൈഡ് ബൈ ΔI എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ 12 - 0 എടുത്ത് കളയരുത്. 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവേ ഇടാവും. മേളിൽ 6ഉം 0 ആണ്. അപ്പൊ 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് വാല്യൂ 0 ആണ്. -0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എത്രയാണ്? 12 ആണ്. ഓക്കെ, ഇത് ശ്രദ്ധിച്ചോണം കേട്ടോ. -6 ഡിവൈഡ് ബൈ -12. അപ്പൊ ആൻസർ ഇതാ വരുന്നു. എത്രയാണ്? 1/2 എന്നാണ്. ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ആൻസർ 1/2 ആണ്. ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അടുത്തത്, എ ചാർജ് Q is placed inside a sphere of radius A filled with water and another charge 2Q is placed inside cube of side 2A
vacuumed inside. Write the ratio of flux linked with the sphere to that of cube. Relative permittivity of water 80 എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഫിയർ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതായിരിക്കുന്നു സ്ഫിയർ. ഇതിൻ്റെ റേഡിയസ് എ ആണ്. ഇതിനകത്ത് വാട്ടർ ഉണ്ട്. ഓക്കെ, ഫിൽഡ് വിത്ത് വാട്ടർ ആണ്. ഇതിനകത്ത് ചാർജ് ക്യൂ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ക്യൂബാണ്. ഇതാണ് ക്യൂബ്. ഇതിൻ്റെ ഒരു സൈഡ് 2a ആണ്. ഇതിൻ്റെ അകത്ത് ക്യൂ ആണ്. ഇതിനകത്ത് വാക്വമാണ്. ഇനി എന്താ വേണ്ടത്? റേഷ്യോ ഓഫ് ഫ്ലക്സ്. ഈ കേസിലെ ഫ്ലക്സ് എങ്ങനെ കാണും? 1/ε0 ഇൻറ്റു 1/ε അല്ല, ഒരു മീഡിയം വരുന്നുണ്ട്. 1/ε ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് ക്യൂ. അപ്പോൾ 1/ε എന്ന് പറഞ്ഞാൽ ε0 r ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ 1 ഇവിടെ ε0 അതുപോലെ എഴുതട്ടെ, ക്യൂ അതുപോലെ എഴുതട്ടെ. ഇനി 1/ε r എന്ന് പറഞ്ഞാൽ 80 ആണ്. കണ്ടില്ലേ? അപ്പൊ ആദ്യത്തെ കേസിൽ ഫ്ലക്സ് 1 കിട്ടി. ഇനി ക്യൂബിന്റെ കേസിലെ ഫ്ലക്സ് 2 എന്ന് വിളിക്കാം. 1 വാക്വം അല്ലേ, 1/ε0 ഇൻറ്റു ക്യൂ. ഇനി φ1 ഡിവൈഡഡ് ബൈ φ2 എത്ര എന്നാണ് ചോദ്യം. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചിന്തിക്കുന്നതാണ് എളുപ്പം. 1/ε0 ഇൻറ്റു ക്യൂ വെട്ടിക്കളഞ്ഞു. ബാക്കി 1/80 ഡിവൈഡഡ് ബൈ, ഇനി ഇതിനകത്ത് ഒന്നുമില്ല. അപ്പൊ ആൻസർ 1:2. 1/80. ഒരു കാര്യം വിട്ടുപോയി. രണ്ടാമത്തേല് 2q ആണ്. അപ്പൊ ഇവിടെ 2q ആയിരുന്നു കേട്ടോ. 1/ε0 ക്യൂ ഡിവൈഡഡ് ബൈ ഇതിൽ 2 ആണ്. അപ്പൊ ആൻസർ 1/80 ഇൻറ്റു 1/2. അപ്പൊ ആൻസർ 1/160 എന്നാണ്. കണ്ടോ? ശ്രദ്ധിച്ചാണ്. ആദ്യത്തേല് ക്യൂവും രണ്ടാമത്തേല് 2q ആയിരുന്നു. അങ്ങനെ ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? പൊളിയല്ലേ? ഇതെല്ലാം സൂക്ഷിച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ ഇതിന് നമ്മൾ മെനക്കെടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് force per unit length between two parallel thin current carrying wires, hence define 1 ampere. ഇത് സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായിട്ട് വരുന്ന ഒരു സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ഡെറിവേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്തെടുക്കണം. എന്താണ്? ഫോഴ്സ് F12 ഈക്വൽ ടു F21 ഈക്വൽ ടു നമ്മുടെ μ0/4π 2I1 I2 ഡിവൈഡഡ് ബൈ d എന്നുള്ള ഡെറിവേഷൻ ചെയ്യണം. ഇനി അതിനകത്ത് വെച്ചിട്ട് 1 ആംപിയർ ഡിഫൈൻ ചെയ്യാം. അന്ന് പഠിപ്പിച്ചപ്പോഴും നമ്മൾ പറഞ്ഞതാ 1 ആംപിയറിന്റെ ഡെഫിനേഷൻ എന്താണ്. ഇതിനകത്ത് I1ഉം I2ഉം 1 ആംപിയർ, ഡിസ്റ്റൻസ് 1 മീറ്റർ ആണെങ്കിൽ ഫോഴ്സിന്റെ ആൻസർ കണ്ടുപിടിക്കുക. ഫോഴ്സിന്റെ വാല്യൂ സംതിങ് എന്ന് കിട്ടും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഡെഫിനേഷൻ പഠിച്ചാണ്, അതങ്ങ് എഴുതിയ. അപ്പൊ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിന്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഡ്രോ ദ ഡയഗ്രാം റെപ്രസെന്റിംഗ് ദ ബിഹേവിയർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഡയ ആൻഡ് പാര. ഇപ്പോൾ ഡയയും പാരയും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് അറിയാവുന്നല്ലേ. ഇത് ഡയ. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇതാ പോകും. ഒരെണ്ണത്തിനെ ഇങ്ങോട്ട് അടുപ്പിക്കും അല്ലേ. ഇപ്പൊ എല്ലാം വെളിയിൽ കൊടുക്കും. ഇനി പാരയാണെങ്കിൽ കുറെ ഫീൽഡ് ലൈൻസ് അകത്തൂടെ കയറും. അങ്ങനല്ലേ, കുറെ എണ്ണം അകത്തൂടെ കയറും, പക്ഷെ കുറെ എണ്ണം വെളിയിൽ കാണും. ഓക്കെ, ഇത് നമുക്ക് അറിയാം. ഇത് വരച്ചു. ഇത് ഒരു സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആകെ ഇപ്പൊ 2 സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഒന്ന് ഓർ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ ഇമ്പാക്ട് പാരാമീറ്റർ അഫക്ട് ട്രജക്ടറി ഓഫ് എ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ് ബൈ ഹെവി ന്യൂക്ലിയസ്? ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ആൽഫ പാർട്ടിക്കിൾ ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ അതിന്റെ വെലോസിറ്റി ഇങ്ങോട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗോൾഡ് ന്യൂക്ലിയസ് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഗോൾഡ് ന്യൂക്ലിയസിന്റെ സെന്റർ ആണിത്. അപ്പൊ ഇത് വെലോസിറ്റിയുടെ ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണ്. ഈ സെന്റർ ഓഫ് ഗോൾഡ് ന്യൂക്ലിയസ് തൊട്ട് അവിടം വരെയുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മൾ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് വിളിച്ചത്. ഇമ്പാക്ട് പാരാമീറ്റർ കാണാനുള്ള ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം. 1/4πε0 is a d square cot theta divided by 2 divided by kinetic energy എന്നാണ്. ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഇനി ഈ ഇമ്പാക്ട് പാരാമീറ്റർ ചെറുതാണെങ്കിൽ, ബി സ്മോൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആൽഫ പോസിറ്റീവ് ചാർജുള്ള ആൽഫയാണ്, ന്യൂക്ലിയസും പോസിറ്റീവ് ആണ്. അപ്പോൾ ആൽഫ നേരെ പോസിറ്റീവ് ഉള്ള ന്യൂക്ലിയസിന്റെ അടുത്ത് നിന്ന് കയറി കൊടുക്കും. ലാർജ് ആംഗിൾ സ്കാറ്ററിങ്. അപ്പോൾ ലാർജ് ആംഗിൾ സ്കാറ്ററിങ് സംഭവിക്കും.
ഇനി അടുത്തെന്താണ്? ഇഫ് ഇമ്പാക്ട് പാരാമീറ്റർ ഈസ് ലാർജ്, ഇമ്പാക്ട് പാരാമീറ്റർ ലാർജ് ആണെങ്കിൽ ആൽഫ എന്താണ്? സ്മോൾ ആംഗിൾ സ്കാറ്ററിംഗ്, സ്മോൾ ആംഗിൾ സ്കാറ്ററിംഗ് ഫോർ ആൽഫ. ആൽഫ അപ്പൊ നമുക്ക് അറിയാന്നുള്ള കേസല്ലേ, അതൊരു സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? പ്ലോട്ട് ദ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ഡി ബ്രോയ് വേവ് ലെങ്ത് ലാംഡ വേഴ്സസ് 1/√v. വി എന്ന് പറയുന്നത് ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യൽ ആണ്. അപ്റ്റൈൻ സ്ലോപ്പ്, ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കും. 21 ക്വസ്റ്റ്യൻ ആയി, നമ്മൾ ഏകദേശം പകുതി ആയി. ഓക്കെ, നമുക്ക് നോക്കാം മക്കളെ. ലാംഡ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലാംഡ കാണാനുള്ള ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു h/√2mk. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു h/√2m കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ EV ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ ഇപ്പൊ V വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം. ലാംഡ ഈസ് ഈക്വൽ ടു h/√2me ഇൻറ്റു 1/√v എന്നാണ്. കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ സംഭവങ്ങൾ, ഞാൻ ഇപ്പൊ റൗണ്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം കോൺസ്റ്റന്റുകൾ. അപ്പൊ ലാംഡ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/√v എന്ന്. അപ്പൊ ഇത് തമ്മിൽ കണക്ട് ചെയ്ത് ഗ്രാഫ് വരയ്ക്കാനാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ലാംഡയും 1/√vയും കണക്ട് ചെയ്ത് ഗ്രാഫ് വരച്ചാൽ യു വിൽ ബി ഗെറ്റിംഗ് എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്. സംശയമൊന്നുമില്ല. ഇനി അടുത്തെന്താണ്? ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. അപ്പൊ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ലാംഡ ഡിവൈഡഡ് ബൈ 1/√v. കണ്ടല്ലേ? അപ്പൊ ലാംഡ ഇൻറ്റു √v ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ ഇക്വേഷൻ 1ൽ നിന്ന് ലാംഡ ക്രോസ് ചെയ്ത ലാംഡ √v കിട്ടും. വാട്ട് ഈസ് ലാംഡ √v? ലാംഡ √v ഈസ് ഈക്വൽ ടു h/√2me എന്നാണ്. അപ്പൊ ഇതല്ലേ ഇതിന്റെ ആൻസർ? ആൻസർ ആയിട്ടുണ്ട് h/√2m. നല്ല ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ് എന്നും പറഞ്ഞ് കുറച്ച് മെനക്കെടുക്കും അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. With the help of circuit diagram explain the working of full wave rectifier. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറയുന്നില്ല. ഓക്കെ, ഫുൾ വേവ് റെക്ടിഫയർ എന്താണ്? ഡയഗ്രാം വരച്ച് അതിന്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാം. 3 മാർക്ക് കിട്ടുന്നതാണ്. അപ്പൊ വരയ്ക്കുമ്പോഴത്തേക്ക് ഡയഗ്രാം മാത്രം വരച്ചാൽ പോലെ അതിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ കാണിക്കണം കേട്ടോ. ഇൻപുട്ടിലെ AC-യും ഔട്ട്പുട്ടിലെ DC-യും വരച്ച് കാണിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നു? എന്താണ് ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ? The current I1 in a wire is getting divided into 2 wires, I2 and I3 at a junction. The current in the 3 wires are I1 equal to I2 plus I3. State the fundamental law which in this relation is derived. ഈ സംഭവം ഡിറൈവ് ചെയ്തത് എവിടെ നിന്നാണ്? ഇതിന്റെ ഫണ്ടമെന്റൽ ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ റൂളിന്റെ പേര് നമുക്കറിയാം എന്താണ്? ജംഗ്ഷൻ റൂൾ എന്നാണ് നമുക്കറിയാം. ജംഗ്ഷൻ റൂൾ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്നാണ്. ഇതിന്റെ ആൻസർ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്നാണ്. ഇനി നിങ്ങൾ ജംഗ്ഷൻ റൂൾ എന്ന് എഴുതിയാലും അവർ വെട്ടിക്കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ജംഗ്ഷൻ റൂൾ എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുക. ഓക്കെ, ആരും വെട്ടിക്കളയാം. Explain the validation of law of conservation of energy in Kirchhoff's voltage law. നമ്മൾ പഠിച്ചതല്ലേ, Kirchhoff's voltage law is in accordance with the law of conservation of energy. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ വാലിഡിറ്റി? വാലിഡ് ആണോ? ആണ്. അപ്പോൾ സെക്കൻഡ് ലോ obeys ഏത്? law of conservation of energy. കണ്ടില്ലേ? ഇനി and third question, how the balancing condition how the balance നോക്കട്ടെ. അടുത്ത ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? നമുക്കറിയാന്നുള്ള ക്വസ്റ്റ്യൻ. ഹൗ ദ ബാലൻസിങ് കണ്ടീഷൻ ഗെറ്റ് അഫക്റ്റഡ് ഇഫ് യു ആർ ഇന്റർചേഞ്ചിങ് ദ ഗാൽവനോമീറ്റർ ആൻഡ് സെൽ ഇൻ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്? നോ ചേഞ്ച് ഫോർ ബാലൻസിങ് കണ്ടീഷൻ. ബാലൻസിങ് കണ്ടീഷന് ഒരു ചേഞ്ചും ഇല്ല. അപ്പൊ നമ്മുടെ നാലാമത്തെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പഠിച്ചതാണല്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺ കൊളൈഡ്സ് വിത്ത് ന്യൂക്ലിയസ് ഓഫ് പ്ലൂട്ടോണിയം.
ന്യൂട്രോൺ പ്ലൂട്ടോണിയമായിട്ട് വന്നിടിച്ചു, thereby producing xenon and zirconium with neutrons. xenon zirconium ഉണ്ടായി, ന്യൂട്രോൺസും എമിറ്റ് ചെയ്തു. റൈറ്റ് ദ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ. നമുക്ക് എഴുതാം ന്യൂട്രോൺ. അപ്പം ന്യൂട്രോൺ നമുക്ക് 0 and 1 ആരുമായിട്ടാണ് ഇടിച്ചത്? പ്ലൂട്ടോണിയം. പ്ലൂട്ടോണിയം ഇവിടെ തന്നിട്ടുണ്ട്, അപ്പം അതിനകത്ത് കൺഫ്യൂഷൻ ഇല്ല. പ്ലൂട്ടോണിയം 94-239 കൊളൈഡ് ചെയ്തു. നമുക്ക് എന്തൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ട്? സെനോൺ. സെനോൺ ഇതാ ഇവിടെ ഉണ്ട്, ഇതാ ഇവിടെ നോക്കി എഴുതിയാൽ മതി. 54-134 പ്ലസ് അടുത്ത സിർക്കോണിയം. സിർക്കോണിയം നോക്കി എഴുതിയാൽ മതി. 4103. ഇനി നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ 94 0 കൂടെ 94, ഇവിടെയും 94. ഓക്കെ, ലെഫ്റ്റിലും റൈറ്റിലും 94 ആണ്. ഇനി മേളിൽ 240 ആണ് മേളിലത്തെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ. ഇവിടെ 134-ഉം 103 7. ഓക്കെ, 237. അപ്പോൾ ഒരു 3 എണ്ണത്തിന്റെ കുറവ്. അപ്പം നമുക്ക് ഇവിടെ ബാക്കി കാര്യം മനസ്സിലായി. 3 ന്യൂട്രോൺ എഴുതുമ്പോഴത്തേക്ക് കറക്റ്റ് ആവൂലേ? അപ്പോൾ ഇതാണ് റിയാക്ഷൻ. ഇനി ഇവിടെ എന്താണ് വേണ്ടത്? റൈറ്റ് ദ ന്യൂക്ലിയർ റിയാക്ഷൻ. നമ്മൾ ആദ്യത്തെ ആൻസർ എഴുതി. ഇനി ഫൈൻഡ് ദ എനർജി റിലീസ്ഡ്. ഇവിടുത്തെ ക്യൂ വാല്യൂ ആണ് കാണേണ്ടത്. സൂക്ഷിച്ച് ചെയ്യണം. ഞാൻ വേറൊരു കളർ ഇങ്ക് വെച്ച് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നാൻ സാധ്യത. ഇപ്പൊ ക്യൂ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഡിസിൻറ്റഗ്രേഷൻ എനർജി കണ്ടുപിടിക്കണം. ഇനീഷ്യൽ മാസ് എനർജി മൈനസ് ഫൈനൽ മാസ് എനർജി എന്നാണ്. ഇനി ക്വസ്റ്റ്യൻ നേരെ നോക്കുക. ഈ അറ്റോമിക് മാസുകളാണ് ഈ തന്നിരിക്കുന്നതല്ല, ആറ്റത്തിന്റെ മാസുകളാണ് ഈ തന്നിരിക്കുന്നത്. ആറ്റത്തിന്റെ മാസിൽ നിന്ന് ഇലക്ട്രോണിന്റെ മാസ് കളയുമ്പോഴാണ് ന്യൂക്ലിയസിന്റെ മാസാണ്. അപ്പൊ ആ ഒരു ബോധം വേണം. പ്രോട്ടോണിന്റെ നമ്പറും ഇലക്ട്രോണിന്റെ നമ്പറും ഈക്വൽ ആയിരിക്കും എന്നറിയാമല്ലോ. അപ്പൊ നമുക്കിവിടെ ലെഫ്റ്റ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ക്യൂ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അതിനു മുമ്പ് നമുക്ക് മാസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കാം. അപ്പം മാസ് ഡിഫക്റ്റ് ആദ്യം കണ്ടുപിടിക്കാം. മാസ് ഡിഫക്റ്റിനെ ഞാൻ ഡെൽറ്റ എം എന്ന് വിളിക്കാം. മാസ് ഡിഫക്റ്റ് കാണാൻ പോകുന്നു. ആരുടെയൊക്കെ മാസ് നമുക്ക് ലെഫ്റ്റ് സൈഡ് ന്യൂട്രോൺ പ്ലസ് മാസ് പ്ലൂട്ടോണിയം 294-239. ഇപ്പൊ ലെഫ്റ്റ് സൈഡിന്റെ മാസായി. ഇനി ഇതിൽ നിന്ന് ആരുടെയോ മാസ് കളയാനുണ്ട്. ആരുടെയാണ്? മൈനസ് എത്ര മാസ്? 94 ആണ് പ്ലൂട്ടോണിയത്തിന്റെ അറ്റോമിക് നമ്പർ. അപ്പൊ അത്ര ഇലക്ട്രോൺസ് അതിനകത്ത് കാണും. അപ്പൊ മാസ് ഓഫ് 94 ഇലക്ട്രോൺ. ഇപ്പൊ ലെഫ്റ്റ് സൈഡായി. ഇനി ലെഫ്റ്റ് സൈഡിൽ നിന്ന് മൈനസ് ചെയ്യണം. മൈനസ് ചെയ്തിട്ട് അപ്പൊ ഇത്രയും നമുക്കൊരു ബ്രാക്കറ്റ് ഇടാം. ഇനി പറയുന്നത് അടുത്തതും ബ്രാക്കറ്റ് ഇടാം. റൈറ്റ് സൈഡിലുള്ളത് ഇതിനകത്തൊരു ബ്രാക്കറ്റ് ഇടാം. മാസ് എക്സി 134-54. ഓക്കെ, ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കളയണം. മാസ് എത്ര ഇലക്ട്രോണിന്റെ? 54 ഇലക്ട്രോൺ. ഓക്കെ, ഇനി പ്ലസ് അടുത്ത് സിർക്കോണിയത്തിന്റെ മാസ് ZR 40-103. ഓക്കെ, ഇതിൽ നിന്ന് മൈനസ് ചെയ്യാനുണ്ട്. മാസ് 40 ഇലക്ട്രോൺ. ഓക്കെ, മാസ് 40 ഇലക്ട്രോൺ. ഇനി പ്ലസ് അടുത്തത് മാസ് 3 ന്യൂട്രോൺ. ഓക്കെ, അപ്പൊ ലെഫ്റ്റിലുള്ളത് മൊത്തം ബ്രാക്കറ്റ് ഇട്ടു, മൈനസ് റൈറ്റിലുള്ളത് മൊത്തം ബ്രാക്കറ്റ് ഇട്ടു. അത് സൂക്ഷിച്ച് ചെയ്യണം. ഇത് കൺഫ്യൂഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. ഓരോന്നിന്റെ മാസ് എഴുതുക. അതിൽ നിന്ന് കൈയോടെ തന്നെ ഇലക്ട്രോണിന്റെ മാസം അങ്ങ് മൈനസ് ചെയ്തേക്കുക. ഇനി ബാക്കി നമുക്ക് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ എന്ത് വരും? മാസ് 0n1 പ്ലസ് മാസ് 94Pu239 മൈനസ് 94E എന്ന് ഞാൻ ഇങ്ങനെ അങ്ങ് എഴുതിയേക്കാം. പിന്നെ മൈനസ് കൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ള എല്ലാത്തിനും എൻഡ് ചെയ്യണം. മൈനസ് മാസ് എക്സി 54-134 മൈനസ് മൈനസ് പ്ലസ് പ്ലസ് 54E മൈനസ്
പ്ലസ് മൈനസ് മാസ് സിർക്കോണിയം 40 103 മൈനസ് മൈനസ് പ്ലസ് മാസ് 40E മൈനസ് പ്ലസ് മൈനസ് മൈനസ് മാസ് 3 ന്യൂട്ടൺ. ഓക്കെ, ഇനി നമുക്ക് റെഡിയാക്കാം മക്കളെ. ഏതൊക്കെ വെട്ടിപ്പോകും നിങ്ങൾ? 54E 40E അപ്പം 94E ആയി. അതും മൈനസ് 94E എല്ലാം വെട്ടിപ്പോയി. ഇത് 3 വെട്ടിപ്പോയി. ഇനി ഇവിടെ നമുക്ക് റെഡിയാക്കിയാൽ മാസ് PU 239.94 മൈനസ് മാസ് XC 134.54 മൈനസ് മാസ് ZR 03.40. അതിന് ഇവിടെ ഒരു ന്യൂട്രോൺ ഉണ്ട്, മൈനസ് 3 ന്യൂട്രോൺ ഉണ്ട്. അപ്പം മൈനസ് മാസ് 2 ന്യൂട്രോൺ. ഇതിൽ വാല്യൂ ഇടുന്നത്. അപ്പം ഇതിൽ വാല്യൂ ഇടുന്ന ഞാൻ വേറൊരു കളർ വെച്ച് ഇടാം. നിങ്ങൾ തന്നെ നോക്കുക. പ്ലൂട്ടോണിയത്തിൻ്റെ മാസ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 239.052157. നമുക്ക് ഇട്ടാലേ പറ്റൂ. മൈനസ് എക്സിയുടേത് 133.905040 മൈനസ് സിർക്കോണിയത്തിൻ്റെത് 102.926597 മൈനസ് 2 ഇൻറ്റു ന്യൂട്രോണിൻ്റെ മാസ് അവിടെ ഉണ്ട് 1.00866 എന്നാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുക. ഇത് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ ഞാൻ ഇവിടെ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്താൽ മതി. 0.2032U എന്നാണ്. ഇനി നമുക്ക് ക്യൂ വാല്യൂ കാണാം അല്ലേ? ക്യൂ വാല്യൂ കാണാൻ എന്താ ചെയ്യുന്നത്? ഡെൽറ്റ എം ഇൻറ്റു സി സ്ക്വയർ. അതിന് പകരം ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചതല്ലേ? എന്താണ് നമ്മുടെ 0.2032നെ 931.5 MEV കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പം ആൻസർ MEVയിൽ കിട്ടും. അപ്പോൾ ആൻസർ MEVയിൽ കിട്ടും. അപ്പോൾ ആൻസർ വരുന്നത് 189.2808 MEV എന്നാണ്. അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഡെസിമൽ പ്ലേസുകളൊന്നും കട്ട് ചെയ്ത് കളയേണ്ട പണിയാണ്. ഓക്കെ, അപ്പം അതെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പം സൂക്ഷിച്ച് ചെയ്യണം, ശകല സമയം പോകും. ഇതൊരു സ്ട്രൈറ്റ് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് കൂട്ടാം, ഇൻഡയറക്റ്റ് ഒന്നും അല്ല. അപ്പം നമ്മൾ ഒരു 5 ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റൻ എന്താ വരുന്നു? എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കൺസിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത്. നമുക്ക് എഴുതാം. ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് 0.82 സെന്റിമീറ്റർ. 0.82 സെന്റിമീറ്റർ. ഐപീസിന്റെ ഫോക്കൽ ലെങ്ത് ഓഫ് ഐപീസ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ് 2.9 സെന്റിമീറ്റർ. Object is placed 0.91 centimeter from the objective. അപ്പോൾ U ആണത്. U ഒബ്ജക്റ്റീവിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അത് 0.91 ആണ്. അത് മൈനസ് ആണ്. ഓക്കെ, ഇനി അടുത്തെന്താണ്? ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് നിയർ പോയിന്റ്. ഇമേജ് ഉണ്ടായിരിക്കുന്നത് നിയർ പോയിന്റിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, കാൽക്കുലേറ്റ് ആംഗുലാർ മാഗ്നിഫിക്കേഷൻ കാണാം. ഈ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ കാണാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. എന്താണ് ഇക്വേഷൻ? -VO/UO ഇൻറ്റു 1+D/FE എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ശ്രദ്ധിക്കാനുള്ളത് ഇത് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഇക്വേഷനാണ്. ഇതിൽ നിങ്ങൾ ഇനി സൈൻ കൺവെൻഷൻ ഇടരുത്. ഓക്കെ, ഇതിൽ VO ഉണ്ടോ? ഇല്ല. UO ഉണ്ട്, D ഉണ്ട് 25. D എന്ന് പറയുന്നത് 25 ലീസ്റ്റ് ഡിസ്റ്റൻസ്. FE ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് VO ഇല്ല. അപ്പം നമുക്ക് ഒബ്ജക്റ്റീവിനെ എടുക്കാം. ഒബ്ജക്റ്റീവിനെ എടുത്തു കഴിഞ്ഞാൽ അതൊരു കോൺവെക്സ് ലെൻസാണ്. അപ്പം അതിൻ്റെ 1/F = 1/V - 1/U എന്നറിയാം. കണ്ടോ? ഇതിൽ ഈ വാല്യൂസ് ഇടുക. ഇനി നിങ്ങൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഇതിനകത്ത് കാണേണ്ടത് VO ആണ്. അപ്പോൾ 1/FO + 1/UO = 1/VO ആണ്. ഇതിൽ വാല്യൂ എല്ലാം പറക്കിയിടുക. ഓക്കെ, ഈ ഇക്വേഷനിൽ സൈൻ കൺവെൻഷൻ ഇടണം. ഇതിൽ സൈൻ കൺവെൻഷൻ ഇടണം. അത് നമുക്കറിയാമല്ലോ. അപ്പോൾ 1/FO ആൻസർ 0.82 + 1/-0.91
ഇസ് ഈക്വൽ ടു 1/VO. നിങ്ങൾ ഇതിൽ നിന്ന് VO കണ്ടുപിടിക്കുക. VO ഇസ് ഈക്വൽ ടു 8.3 സെൻറ്റിമീറ്റർ എന്ന് വരും. ഞാൻ മനക്കെടുന്നില്ല. അപ്പോൾ VOയുടെ ആൻസർ കിട്ടി. ഇനി നമുക്ക് ഇതിനകത്ത് വാല്യൂ ഇട്ട് കൊടുക്കാം. M ഇസ് ഈക്വൽ ടു മൈനസ് VOയുടെ ആൻസർ 8.3. യുടെ ആൻസർ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത ഇക്വേഷൻ ആയതുകൊണ്ട് ഇനി ചെയ്യണ്ട. മറ്റേ ലെൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തല്ല. യുടെ ആൻസർ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. -0.91. ഇവിടെ 0.91 എന്ന് എഴുതിയാൽ മതി. 1 + 25/2.9 ചെയ്തെടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് -87.7. അടിപൊളിയല്ലേ? അത് നല്ല ക്വസ്റ്റ്യൻ. ആദ്യത്തത് കണ്ടു. ഇനി ഇത് സ്ട്രൈറ്റ് ആണ്. 6ാമത്തെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ ദ ഡയഗ്രാം ഫോർ ഇൻ നോർമൽ അഡ്ജസ്റ്റ്മെന്റ്. നോർമൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. ശ്രദ്ധിച്ചോണ്ട്, നോർമൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഫൈനൽ ഇമേജ് ഇൻഫിനിറ്റി ഉള്ള കേസിലെ പിക്ചർ വരയ്ക്കണം. അപ്പൊ 6ാമത്തെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നു? 6 സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആയ കാര്യം ഓർത്തോണം. Draw the reflected wave front for plane wave front incident on plane reflecting surface, hence verify the laws of reflection. 7ാമത്തെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നില്ല. നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ വെരിഫൈ ചെയ്യാൻ പറയുന്നു. ലൈറ്റ് വന്നിട്ട് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്ന് ഒരു മിററിൽ വീഴുന്നു. ആ കേസിൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ നിങ്ങൾ വെരിഫൈ ചെയ്യണം. ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ 7. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നു? എന്താണ് ഇത്? ശ്രദ്ധിക്കുക. എന്താണ്? If a point object having 1 coulomb and a mass 1 gram is projected with velocity 22 meter/second. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്. ചാർജിന്റെ വാല്യൂ 1 ആണ്. ഇനി ഇതിന്റെ മാസ് എന്നിട്ടൊരു 1 gram ആണ്. അപ്പം 10⁻³ കിലോഗ്രാം. ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 2i cap ആണ്. അതായത് എക്സ് ഡയറക്ഷനിലാണ് ഇത് പോകുന്നത്. ഇനി ഇതിപ്പോ ഫ്രം എ പോയിന്റ് 0 to 0 എന്ന് പറയുമ്പോൾ y ആക്സിസിൽ 2 എന്നാണ് ഇത് പോകുന്നത്. അപ്പൊ നമ്മുടെ പിക്ചറിൽ കറക്റ്റ് ആയിട്ടുണ്ട്. y ആക്സിസിൽ 2 എന്നത് പോകുന്നത്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് -0.1 k എന്നാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്? -z ഡയറക്ഷനിലാണ്, -z ഡയറക്ഷനിലാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ചാർജർ പാർട്ടിക്കിൾ നീങ്ങുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ക്വാഡ്രന്റ് ഒക്കെ അറിയാമോ? ഞാനിവിടെ കാണിക്കാം. ഇതാണ് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്സ് ആണ്. ഇപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് കണ്ടാൽ തിരിച്ചറിയാം. ഇനി ഞാൻ കാര്യം പറയാം. നേരെ നോക്കണം. നിങ്ങളുടെ ചാർജർ പാർട്ടിക്കിൾ ഇങ്ങോട്ട് പോവുകയാണ്. ഇതിന്റെ വെലോസിറ്റി ഇതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇതാണ്. മാഗ്നറ്റിക് ഫീൽഡ് പേപ്പറിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ചാർജിന്റെ പുറത്ത് കൊടുക്കുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ QV × B എന്ന് കണ്ടില്ലേ? ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് V × B യുടെ ഡയറക്ഷൻ. V × B യുടെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. A × B യുടെ ഡയറക്ഷൻ കാണാൻ ഏത് റൂള്? സ്ക്രൂ റൂള്, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. അപ്പൊ നമ്മുടെ ഇവിടെ V ഇങ്ങോട്ടാണ്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് പേപ്പറിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ഇൻറ്റു ഇറ്റ് ആണ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ സ്ക്രൂ വയ്ക്കുക. സ്ക്രൂ കയ്യിലില്ലാത്തൊരു നിങ്ങൾ സ്ക്രൂ കയ്യിൽ വെച്ചുകൊണ്ടല്ലോ പരീക്ഷയ്ക്ക് പോകുന്നത്. അപ്പോൾ ഒരു പേനയുടെ ടിപ്പ് വയ്ക്കുക. എന്നിട്ട് V ബിയിലോട്ട് കറക്കി വെക്കുക. V ബിയിലോട്ട് കറക്കുമ്പോൾ സ്ക്രൂ ടൈറ്റ് ആവും. അപ്പോൾ സ്ക്രൂ എങ്ങനെയാ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കറക്കണം, അത് സൂക്ഷിച്ച് കറക്കണം. അപ്പോൾ അതാ റൈറ്റിലോട്ടാണ് V. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങ് എങ്ങോട്ടാണ്? താഴോട്ടാണ്. നിങ്ങളുടെ ബോർഡ്, ബ്ലാക്ക് ബോർഡ് അങ്ങ് ഫ്രണ്ടിൽ കാണുക. ബ്ലാക്ക് ബോർഡ് അങ്ങ് ഫ്രണ്ടിൽ കാണുക. അപ്പോൾ റൈറ്റിലോട്ടാണ് V, അങ്ങോട്ടാണ് എന്തോന്നു? മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ വിയും ബിയും നിങ്ങൾക്ക് അറിയാം. ഇത് രണ്ടിൻ്റെയും ഇവിടെ ഇതിനെ കൊണ്ടുപോയിക്കുക. V ബിയിലോട്ട് കറക്കുക. V ബിയിലോട്ട് കറക്കി കഴിഞ്ഞാൽ ടിപ്പ് മേലോട്ട് വരും. സോ മേലോട്ടാണ് ഫോഴ്സ്. അപ്പോൾ മേലോട്ടാണ് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് അപ്വേർഡ്സ് ആണ്. ഫോഴ്സ് അപ്വേർഡ് ആണ്. മാഗ്നറ്റിക് ഫോഴ്സ് അപ്വേർഡ് ആണ്. ഇവിടെ വിക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണെന്ന് വളരെ ക്ലിയർ അല്ലേ? അപ്പോൾ ഫോഴ്സിന്റെ ആൻസർ QVB ആണ്. വിക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണെങ്കിൽ പാർട്ടിക്കിൾ എന്ത് പാത്തിൽ കറങ്ങും? സർക്കുലർ പാത്തിൽ കറങ്ങും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഇവിടെ ഉണ്ട്. വാട്ട് വിൽ ബി ദ ഷേപ്പ് ഓഫ് എന്താണ് പാത്ത്? ആൻസർ സർക്കിൾ ആണ്. സർക്കുലർ പാത്തിൽ പാർട്ടിക്കിൾ കറങ്ങും. ഇനി
അടുത്ത നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കണം. ഫോഴ്സ് അപ്വേർഡ്സ് ആണ്. നമ്മുടെ പിക്ചറിൽ ഫോഴ്സ് അപ്വേർഡ്സ് ആണ്, അതായത് ഒയ് ഡയറക്ഷനിലാണ്, എലോങ് ഒയ് ആണ്. അപ്പൊ നിങ്ങളുടെ പാർട്ടിക്കിൾ ഇപ്പൊ പോകുന്നത്, ഞാനിവിടെ വരയ്ക്കുന്ന നേരെ നോക്ക്, ഞാനിവിടെ കാണിച്ചു തരാത്. ഇതാണ് വിയുടെ ഡയറക്ഷൻ. ഫോഴ്സ് മേലോട്ടാണ്. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങളുടെ പാർട്ടിക്കിൾ പതുക്കെ ഈ ഇങ്ങോട്ട് കൊണ്ടുവന്ന പാർട്ടിക്കിൾ പതുക്കെ മേലോട്ടും. അപ്പൊ പാർട്ടിക്കിൾ ഇവിടുന്ന് അനങ്ങി തുടങ്ങുമ്പോൾ തന്നെ മേലോട്ടും. അപ്പൊ പാർട്ടിക്കിൾ മേലോട്ടും, കണ്ടില്ലേ? ഇപ്പൊ മേലോട്ട് പോയിട്ട് പിന്നെ ഇത് ഇങ്ങനെ വരും, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും, പിന്നെ ഇത് ഇങ്ങനെ വരും. അപ്പൊ നിങ്ങളുടെ പാർട്ടിക്കിൾ ഇങ്ങനെ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ കണ്ടില്ലേ? അപ്പൊ പാർട്ടിക്കിൾ ഇങ്ങനെ കണ്ടില്ലേ? പാർട്ടിക്കിൾ കറങ്ങുന്ന കാണുന്നുണ്ടല്ലോ നിങ്ങൾ. അപ്പൊ പാർട്ടിക്കിൾ കറങ്ങുന്ന സർക്കിളിന്റെ റേഡിയസ് എങ്ങനെ കാണുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? റേഡിയസ് ഈസ് ഈക്വൽ ടു mv/qr എന്നാണ്. mv/qb. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ mv/qb എന്നാണ്. അപ്പൊ ഇതില് നമുക്കൊന്ന് കണ്ടുപിടിച്ചു നോക്കാം അല്ലേ. അപ്പോൾ റേഡിയസ് ഓഫ് ദ സർക്കിൾ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. mv/qb. എം പാർട്ടിക്കിളിന്റെ മാസ് 10⁻³ ആണ്. ബിയുടെ വാല്യൂ 2 ആണ്. ഡിവൈഡ് ബൈ ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ 1 ആണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ 0.1. ഓക്കെ, അപ്പൊ നമുക്കിത് റെഡിയാക്കിയാൽ മേലിന് താഴെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ താഴെയുള്ള ശല്യങ്ങളൊക്കെ അവസാനിച്ചു. മേലിനി 2 × 10⁻² എന്ന് വരും, അതായത് 0.02. അപ്പോൾ 0.02 മീറ്റർ. 0.02 മീറ്റർ എന്ന് പറഞ്ഞാൽ ആൻസർ വരും ഇപ്പോൾ 2 സെന്റിമീറ്റർ. അതായത് ഇപ്പം പാർട്ടിക്കിൾ 2-ലാണ് ഇരിക്കുന്നത്. അപ്പൊ 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിലാണ് ഇത് കറങ്ങുന്നത്. അപ്പൊ നിങ്ങളുടെ പാർട്ടിക്കിൾ ഇതാണ്ട് ഇങ്ങനെ കറങ്ങും. പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങും, ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലായിരിക്കും കറങ്ങും, ഇങ്ങനെ കറങ്ങും. സംശയമുണ്ടോ? കാരണം അതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങളുടെ പാർട്ടിക്കിൾ ഇവിടെയാണ്, ഇതിൽ ഫോഴ്സ് മേലോട്ടാണ്. ഇപ്പൊ ഫോഴ്സ് പാർട്ടിക്കിൾ കിട്ടുന്ന ഫോഴ്സ് മേലോട്ടാണ്. ഇപ്പൊ നിങ്ങളുടെ പാർട്ടിക്കിൾ കറങ്ങുന്നു, ഇപ്പൊ ഫോഴ്സ് മേലോട്ടാണ്, കണ്ടില്ലേ? സോറി, പാർട്ടിക്കിൾ ആന്റി ക്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു മേലോട്ട് പുഷ് കിട്ടിയാൽ ചിന്തിച്ചാൽ മതി നിങ്ങൾ അങ്ങനെ. ഇങ്ങനെ പോകുന്ന പാർട്ടിക്കിൾ മേലോട്ട് പുഷ് കിട്ടി, അപ്പൊ പാർട്ടിക്കിൾ നാച്ചുറലി ഇങ്ങനെ കറങ്ങി വരും. മനസ്സിലായില്ലേ? അപ്പൊ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ പാർട്ടിക്കിൾ കറങ്ങി വരും. സർക്കിളിന്റെ റേഡിയസ് 2 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പൊ 2 സെന്റിമീറ്ററിൽ ഇരിക്കുന്നത് മറ്റേ എൻ്റെ ഇവിടെ 4 എന്ന് മാർക്ക് ചെയ്ത സ്ഥലത്തായിരിക്കും തട്ടിപ്പോകുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് പോയിന്റ് വിൽ ഇറ്റ് ക്രോസ് എക്സ് ആക്സിസ്? എക്സ് ആക്സിസിലോട്ട് വരികയില്ല. അപ്പോൾ വിൽ നോട്ട് ക്രോസ് എക്സിലോട്ട് വരികയില്ല. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു എക്സ്പ്ലനേഷനിൽ കൊടുത്തിരിക്കുന്നത് മിസ്റ്റേക്ക് ആണ് കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ. ഇനി വാട്ട് വിൽ ബി ദ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫോർത്ത് ക്വാഡ്രന്റിൽ എത്തുമ്പോഴത്തേക്ക് ഇതിന്റെ കൈനറ്റിക് എനർജി എങ്ങനെ ഇരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന്റെ കൈനറ്റിക് എനർജിക്ക് ചേഞ്ച് ഉണ്ടാവില്ല, കാരണം സ്പീഡ് കോൺസ്റ്റന്റ് അല്ലേ. സ്പീഡ് v കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ m × സ്പീഡ് സ്ക്വയർ എന്നാണ്. അപ്പൊ കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കൈനറ്റിക് എനർജി ഒന്ന് കണ്ടുപിടിച്ചേക്കുക. ½ × മാസ് ഓഫ് ദ പാർട്ടിക്കിൾ 10⁻³ ആണ്. വിയുടെ സ്ക്വയർ 2ന്റെ സ്ക്വയർ 4. അപ്പൊ 2 × 10⁻², 2 × 10⁻³ ജൂൾ. അപ്പൊ this will be the kinetic energy കേട്ടോ. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ വിൽ ബി എന്താണ്? 2 × 10⁻³ നോ ചേഞ്ച് ഫോർ ദ കൈനറ്റിക് എനർജി. ഓക്കെ, കണ്ടല്ലോ. അപ്പൊ ഇത് ആക്ച്വലി ഈ ക്വസ്റ്റിനകത്ത് ഒരു പ്രശ്നം കൂടെ ഉണ്ട്. നിങ്ങളുടെ പാർട്ടിക്കിൾ ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് വരുന്നില്ല. നിങ്ങളുടെ പാർട്ടിക്കിൾ ഇങ്ങനെ y ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങത്തേ ഉള്ളൂ. അപ്പൊ ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഇപ്പുറത്താണ്. തേർഡ് ഫോർത്തിലേക്ക് വരുന്നില്ല. അതാണ് സത്യം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ചിലപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് കൈനറ്റിക് എനർജി എന്നായിരിക്കണം.
ഓക്കെ, അങ്ങനെ ചില മിസ്റ്റേക്കുകളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സോളിനോയിഡ് ഹാസ് കോർ മെറ്റീരിയൽ റിലേറ്റീവ് പെർമിയബിലിറ്റി 200. അപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി μr എന്നോ ചില ആളുകൾ കെ എന്നൊക്കെ വിളിക്കും, അതിനെ 200 എന്ന് വിളിക്കും. വൈൻഡിങ്സ് ഓഫ് ദ സോളിനോയിഡ് ആർ ഇൻസുലേറ്റഡ് ആൻഡ് ക്യാരി കറണ്ട് 1 ആംപിയർ. സോളിനോയിഡിൽ കൂടെയുള്ള കറണ്ട് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ, അപ്പോൾ സ്മോൾ n തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. നമുക്ക് അറിയാവുന്ന സംഭവമാണ്. എച്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എച്ച് എങ്ങനെ കാണും? B0/μ0 എന്നാണ്. B0 എന്ന് പറഞ്ഞാൽ μ0 ni ഡിവൈഡഡ് ബൈ μ0. അപ്പോൾ ആൻസർ ni എന്നാണ്. എന്നിൻ്റെ ആൻസർ 2000 എന്നാണ്. ഐയുടെ ആൻസർ 1 എന്നാണ്. അപ്പോൾ ആൻസർ 2000 എന്നാണ്. 2000 ആംപിയർ പെർ മീറ്റർ. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് രണ്ടാമത്തെ ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ μh എന്നാണ്. എന്താണ് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ 0 എപ്സിലോൺ ആർ. അതുപോലെ മ്യൂ എന്ന് പറഞ്ഞാൽ μ0 μr. അപ്പൊ ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഇൻറ്റു എച്ച്. അപ്പോൾ μ0യുടെ വാല്യൂ 4π × 10⁻⁻⁷. μrന്റെ വാല്യൂ 200 എന്നാണ്. ഇൻറ്റു എച്ചിൻ്റെ ആൻസർ എവിടെയോ ഉണ്ട്, 2000 എന്നാണ്. അപ്പൊ ഇതിൽ ആൻസർ നിങ്ങൾ ഇത് ചെയ്തെടുക്കുക. ഇത് അപ്രോക്സിമേറ്റ്ലി 0.5 എന്ന് വരും. ഓക്കെ, 0.5 സംതിങ് എന്ന് വരും കേട്ടോ, കാൽക്കുലേറ്റ് ചെയ്താൽ. ഇനി അടുത്ത മൂന്നാമത്തെ പാർട്ട് മാഗ്നറ്റൈസേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കൈ എന്ന് പറഞ്ഞാൽ M/h ആണ്. മൈ ഹാൻഡ് എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പൊ എം എങ്ങനെ കണ്ടുപിടിക്കും? എം എന്ന് പറഞ്ഞാൽ കൈ എച്ച് എന്നാണ്. അപ്പൊ കൈ എച്ച്. അപ്പൊ ഇതില് നമുക്ക് ഇതിനകത്ത് വാല്യൂ ഇടാം. എം എച്ച് അതുപോലെ എഴുതി 1 + കൈ എന്ന് പറഞ്ഞാൽ കെ ആണ്. അപ്പൊ കൈ എന്ന് പറഞ്ഞാൽ 1 k - 1 ആണ്. അപ്പൊ എച്ച് ഇൻറ്റു കൈക്ക് പകരം k - 1. ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. എച്ചിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ച് 2000 എന്നാണ്. കെയുടെ വാല്യൂ 200 - 1. അപ്പൊ ഇത് ഇൻറ്റു ചെയ്തെടുക്കുക. ആൻസർ 398,000 എന്ന് വരും, ആംപിയർ പെർ മീറ്റർ. ഇതൊക്കെ അടിപൊളിയാണ്. ഇതൊക്കെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ 8ാമത്തെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നു? എന്താണ്? എ കണ്ടക്ടിങ് കോയിൽ 50 ടേൺസ്. കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ NC എന്ന് ഞാൻ വിളിക്കാം. ഇതിന്റെ ഏരിയ ഓഫ് ദ കോയിൽ 5/π cm² ആണ്. റൊട്ടേറ്റിംഗ് അലോങ് ദ ആക്സിസ് ഓഫ് എ സോളിനോയിഡ്. ഒരു സോളിനോയിഡിന്റെ ആക്സിസ് വഴി, സോളിനോയിഡിൽ കൂടെ കറണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ ആക്സിസ് വഴി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ കോയിൽ കിടന്ന് കറങ്ങുന്നത്. ഇനി ആ സോളിനോയിഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അതിനകത്തുള്ള നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് ഓഫ് സോളിനോയിഡ് തന്നിട്ടുണ്ട്. സോളിനോയിഡിലുള്ള കറണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ μ0 ni ആണ്. ഓക്കെ, μ0യുടെ വാല്യൂ 4π × 10⁻⁻⁷ ആണ്. സ്മോൾ n എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N/L ആണ്. കണ്ടില്ലേ? n എന്ന് പറയുന്നത് സോളിനോയിഡിലെ നമ്പർ ഓഫ് ടേൺസ് ആണ്, ഇൻറ്റു i. ഇതിൽ എല്ലാ വാല്യൂ ഉണ്ട്. ഇപ്പൊ 4π × 10⁻⁻⁷ ഇൻറ്റു nsന്റെ ആൻസർ 2000 എന്നാണ്. ഡിവൈഡ് ബൈ എല്ലിന്റെ ആൻസർ 50 × 10⁻⁻². ഐയുടെ വാല്യൂ 5. ഓക്കെ, അപ്പൊ ഇവിടെ ബിയുടെ ആൻസർ. ഇപ്പൊ ബിയുടെ ആൻസർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ 20π × 10⁻⁻5 എന്ന് വരും. ഓക്കെ, ഞാൻ ചെയ്യുന്നില്ല. ഇതാണ് ബിയുടെ ആൻസർ. സോളിനോയിഡിന്റെ ആക്സിസ് വഴിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്താണ് ആര് കിടന്ന് കറങ്ങുന്നത്? നമ്മുടെ കണ്ടക്ടിങ് കോയിൽ കിടന്ന് കറങ്ങും. അപ്പൊ അതിനകത്തുണ്ടാകുന്ന മാക്സിമം EMF Emax ആണ് ചോദ്യം. അതിന്റെ ആൻസർ BAN ഒമേഗ ആണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ജനറേറ്റർ ഓടിച്ചപ്പോൾ പറഞ്ഞല്ലേ. അപ്പൊ ബിയുടെ ആൻസർ അവൈലബിൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് 20π × 10⁻⁻5 ആണ്. ഇനി നിങ്ങളുടെ കോയിലിന്റെ ഏരിയ പറയുന്നുണ്ട് 5/π cm². cm² മീറ്റർ² ആക്കുക. -2ന്റെ സ്ക്വയർ, 10⁻⁻²ന്റെ സ്ക്വയർ. ഇനി അതിനകത്തുള്ള നമ്പർ ഓഫ് ടേൺസ് 50. ഇനി അടുത്തത് ഒമേഗ അവർ തന്നിട്ടില്ല, കണ്ടില്ലേ?
അപ്പോൾ അത് വിട്ടുപോയതാണ് വരും, അത് ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ ആൻസർ ഇതാ വരുന്നു. നമ്മുടെ ആൻസർ വരുമ്പോൾ 2 × 10⁻⁻⁴ ഒമേഗ അത്രയും വോൾട്ട് എന്ന് വരും. മനസ്സിലല്ലേ? ജലദോഷമൊക്കെ പിടിച്ചു നോക്കളെ. അപ്പോൾ ഇതാണ് അത്. അപ്പോൾ ഒമേഗ അവർ തന്നിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ എഴുതാമായിരുന്നു. ഇപ്പോൾ സ്ട്രൈറ്റ് ക്വസ്റ്റൻ ആണ്, 9ാമത്തെ സ്ട്രൈറ്റ് ക്വസ്റ്റൻ ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് എന്തില്ല? ഒമേഗ ഇല്ല. ഓക്കെ, നിങ്ങളുടെ ഇതിനകത്തും ആൻസർ കൊടുത്തിരിക്കുന്നത് മിസ്റ്റേക്കാണ്. ഓക്കെ, അടുത്തത് 29ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യനുകൾ തീരാറായി വരുന്നു. എല്ലാം വലിയ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? എന്താണ്? സെക്ഷൻ ഡി ആണ്. ഇനി വലിയ വലിയ ക്വസ്റ്റ്യൻസിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഇതിപ്പോ 3-5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സെക്ഷനിലോട്ട് കയറുകയാണ് കേട്ടോ. When an external voltage is applied across a semiconductor diode, P side is connected to positive and N side is connected to negative terminal, it is forward biased. അത് നമുക്കറിയാം. ഇനി the applied voltage is mostly dropped across a depletion region and the voltage drop across a P side and N side is negligible. When an external voltage is applied across diode such that N side is positive and the P side is negative, it is reverse biased. Applied voltage mostly drops across the depletion region. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കഥയായിട്ട് എഴുതിയിരിക്കാം. ഇനി ജർമേനിയം ആൻഡ് സിലിക്കൺ ഡയോഡ്സ് start conducting at 0.3 volt and 0.7 volt respectively. In the following figure, if germanium diode connection are reversed, the value of output changes. എത്ര? ജർമേനിയം എത്രയിൽ കണ്ടക്ട് ചെയ്യും? 0.3യിൽ കണ്ടക്ട് ചെയ്യും. സിലിക്കൺ 0.7ൽ കണ്ടക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ജർമേനിയത്തിനെ തിരിച്ചു കൊടുത്താൽ, ഇപ്പൊ അത് ഫോർവേഡ് ആണോ നോക്കൂ. ആണ്. പി സൈഡ് പോസിറ്റീവിലും എൻ സൈഡ് നെഗറ്റീവിലുമാണ്. അവനെ തിരിച്ചു കൊടുത്താൽ ഔട്ട്പുട്ട് വോൾട്ടേജിന് എത്ര ചേഞ്ച് ഉണ്ടാവും? ഇപ്പോഴത്തെ കാര്യം നമുക്ക് ആദ്യം എഴുതാം. അപ്പൊ ഇപ്പോഴത്തെ കാര്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജർമേനിയം, ഇപ്പൊ ജർമേനിയം നേരെ കൊടുത്താൽ തിരിച്ചു കൊടുത്താലും എങ്ങനെയാണ്, എത്രയുടെ വ്യത്യാസം വരും എന്നാണ് ചോദ്യം. അപ്പോ നമ്മൾ ചെയ്യുന്നത് 12 ഇപ്പൊ നേരെ കൊടുക്കുകയാണേ. അപ്പൊ നേരെ കൊടുത്തു കഴിഞ്ഞാൽ 12 മൈനസ് നമ്മുടെ ഇവിടെ ജർമ്മനിയം നേരെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ 0.3. അപ്പൊ ആൻസർ 11.7 വരും. ഇനി തിരിച്ചു കൊടുത്താലോ, ജർമ്മനിയത്തിന് തിരിച്ചു കൊടുത്താൽ റിവേഴ്സ് ബയാസ് ആയി, പിന്നെ ആ സൈഡ് വഴി കറണ്ട് പോകില്ല. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര വരും? 12 മൈനസ് ഈ കറണ്ട് സിലിക്കൺ വഴി മാത്രമല്ലേ പോകും, അതിൻ്റെത് 0.7 ആണ്. അപ്പൊ 11.3 എന്ന് വരും. ഈ രണ്ട് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് 11.7 ഡിഫറൻസ് 11.3 എന്ന് പറഞ്ഞ 0.4 അല്ലേ? ദിസ് വിൽ ബി ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. എന്നോട് ഇഷ്ടപ്പെട്ടോ? അപ്പൊ ആദ്യം ജർമേനിയം നേരെ ഇരിക്കുന്നത്, ജർമേനിയം നേരെ ഇരിക്കുമ്പോൾ ജർമേനിയം വഴി കറണ്ട് പോകും. അപ്പൊ നമ്മൾ 12 കൊടുത്താൽ അതിൽ 0.3 അവിടെ പോയി, ബാക്കി എത്ര? ഇനി ജർമേനിയത്തിന് തിരിച്ചു കൊടുത്താൽ അതിന് കറണ്ട് പോകില്ല, സിലിക്കൺ വഴി മാത്രമേ കറണ്ട് പോകും. അപ്പൊ അവിടെ എങ്ങനെയാണ്? 12 മൈനസ് 0.7. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ ബി വേർഡ് ആൻസർ ആയി. ആൻസർ ഏതാണ്? ബി ആണ് എൻ്റെ ആൻസർ. അടിപൊളി. അടുത്തത് വാല്യൂ ഓഫ് വിഒ ആൻഡ് ഐ ഡി ഫോർ ദ നെറ്റ്വർക്ക്. ഈ തന്നിരിക്കുന്ന നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജും കണ്ടുപിടിക്കണം, പിന്നെ എന്ത് കണ്ടുപിടിക്കണം? കറണ്ട് കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഈ പിക്ചറിനെ ഞാനൊന്ന് മോഡിഫൈ ചെയ്യാം. ഒരു സെക്കൻഡ്. ഈ പിക്ചറിനെ ഞാനൊന്ന് മോഡിഫൈ ചെയ്ത് വരയ്ക്കാം. നമ്മുടെ സെയിം പിക്ചറാണ്, നിങ്ങൾ ടെൻഷൻ ഒന്നും പിടിക്കരുത്. ഈ എർത്തിങ് എന്ന് പറഞ്ഞാൽ കോമൺ നെഗറ്റീവ് എന്നൊരു മീനിങ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ 12 പോസിറ്റീവ് 12 ആണ്. ഇനി നിങ്ങളുടെ സിലിക്കൺ ഡയോഡാണ്, തൊട്ടപ്പുറത്ത് ജർമേനിയം ഡയോഡാണ്. ഇനി ഇവിടെ ഒരു റെസിസ്റ്റർ വന്നിട്ട് ഇത് നെഗറ്റീവിലോട്ട് പോവുകയാണെന്ന് ആലോചിക്കാം. നെഗറ്റീവ് 12 ആണ്. ഇനി ഇത് 5.6
കെ കിലോ ഓം. ഇവിടെ നിന്നും ഔട്ട്പുട്ട്. ഈ രണ്ട് പിക്ചർ ഒന്നാണെന്നുള്ളൊരു ബോധം ആദ്യം ഉണ്ടാവണം. അപ്പോൾ എർത്തിങ് എന്ന് പറഞ്ഞാൽ കോമൺ നെഗറ്റീവ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം എന്താണ് ചോദ്യം. ഔട്ട്പുട്ട് വോൾട്ടേജ് അത്രയെന്നല്ലേ വേണ്ടത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് വി കണ്ടുപിടിക്കാൻ പോവാണ്. വി കാണാൻ എന്താ, 12 കൊടുത്താൽ ആ 12 നിന്ന് 0.7 സിലിക്കൺ എടുക്കും, 0.3 ജർമ്മേനിയം എടുക്കും. അതായത് 12 മൈനസ് 1. അപ്പോൾ ആൻസർ 11 വോൾട്ട്. ഇതായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്. കിട്ടി, ഒരെണ്ണമായി. ഇനി കറണ്ട് അല്ലേ വേണ്ടത്. കറണ്ട് കാണാൻ എന്താ വഴി, V/R എന്നാണ്. അപ്പോൾ 11 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ആറിൻ്റെ വാല്യൂ 5.6 × 10⁻³ ഇത് ചെയ്തെടുക്കുമ്പോൾ 1.96 × 10⁻³ എന്ന് വരും. എന്ന് പറഞ്ഞാൽ 1.96 മില്ലി ആംപിയർ. ഓപ്ഷൻ ഡി ആണ്. അടിപൊളി, എളുപ്പമല്ലേ. അപ്പം ആ സർക്യൂട്ട് ഒന്ന് മോഡിഫൈ ചെയ്ത് വരയ്ക്കാനുള്ള ഐഡിയ വേണം. ഓക്കെ, അടുത്തത് സർക്യൂട്ട് ഷോൺ ബിലോ കണ്ടെയ്ൻസ് 2 ഐഡിയൽ ഡയോഡ്സ് ഈച്ച് വിത്ത് ഫോർവേഡ് റെസിസ്റ്റൻസ് 50. ഇപ്പോൾ രണ്ടിനും ഫോർവേഡ് റെസിസ്റ്റൻസ് 50 ഉണ്ട്, ബോധം വേണം. ഇനി ബാറ്ററി വോൾട്ടേജ് 6 വോൾട്ട് ആണ്. ഇനി ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട് 100 ഓം. ഓക്കെ, ഇനി എന്താണ് വേണ്ടത്, കറണ്ട് എത്രയെന്നാണ് ചോദ്യം. അതായത് ലൈനിൽ കൂടെ ഉള്ള കറണ്ട് കണ്ടുപിടിക്കണം, ബാറ്ററി കൂടെ ഉള്ള കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ലൈനിൽ കൂടെ ഉള്ള കറണ്ട്, ഈ ലൈനിലുള്ള കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ചിന്തിച്ചെടുക്കുക, നമ്മുടെ ഇവിടെ ഈ പിക്ചറിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. ഇതിപ്പോൾ മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കറണ്ട് സ്ട്രൈറ്റ് കാണാമല്ലോ. കറണ്ട് കാണാൻ എന്താ വഴി, V/R എന്നാണ്. R ഇവിടെ R ടോട്ടൽ നമുക്ക് എഴുതാം. ഇവിടെ വോൾട്ടേജ് 6 ആണ്, ഡിവൈഡ് ബൈ R ടോട്ടൽ നിങ്ങൾ പറഞ്ഞു. ഇവിടെ ഒരു ഡയോഡ് ഫോർവേഡും ഈ ഡയോഡ് D1 ഫോർവേഡും D2 റിവേഴ്സും ആണ്. അപ്പം അവനെ നിങ്ങൾ മൈൻഡ് പോലും ചെയ്യണ്ട. അതുവഴി കറണ്ട് ഇല്ല, ആ ലൈനേ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ കറണ്ട് ബാക്കി ലൈനിൽ കൂടെ പോകുന്നത് മാത്രം ചിന്തിച്ചാൽ, അതായത് ഇത്ര സ്ഥലത്തൂടെ പോകുന്നത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഉണ്ടല്ലേ, ഇത് 150, ഇത് 100, ഈ ഡയോഡ് എന്ന് പറഞ്ഞാൽ 50. അപ്പോൾ R ടോട്ടൽ എത്ര വരും, 3 റെസിസ്റ്റൻസ് സീരീസ് ആണ്. അപ്പോൾ ഡയോഡിൻ്റെത് 50 പ്ലസ് 150 പ്ലസ് 100, കണ്ടില്ലേ. അപ്പോൾ 6 ഡിവൈഡ് ബൈ 300, ആൻസർ 0.02 എന്നൊക്കെ വരും. 0.02, കണ്ടില്ലേ. ഓപ്ഷൻ ബി ആണ്. അടിപൊളി, നല്ല ക്വസ്റ്റൻ അല്ലേ. പിന്നെ അടുത്ത ദിവസം എന്താ വരുന്നു, എന്താണ് ഇൻ ദ ഫിഗർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നിങ്ങളിവിടെ നോക്ക്, ഇതിനകത്ത് ടെൻഷൻ പിടിക്കാനൊന്നുമില്ല. ഇവർ രണ്ടുപേരും പാറില്ല. ആ ഡയോഡിനെ തൽക്കാലം മൈൻഡ് പോലും ചെയ്യേണ്ടാവില്ല. ഡയോഡ് ഇപ്പോൾ ഫോർവേഡ് ബയാസ് ആണ്, അത് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് കൊടുക്കുന്നു നമ്മൾ അസ്യൂം ചെയ്താൽ. അപ്പോൾ ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത രണ്ടുപേരും പാറിലാണ്. 10 ഉം 10 ഉം പാറിലായാൽ 10 and 10 എത്ര വരും, 10 × 10/10 + 10. ആൻസർ 5 എന്ന് വരും. 5 കിലോ ഓം എന്ന് വരും. കണ്ടില്ലേ. അപ്പം ഞാൻ സർക്യൂട്ട് ഒന്ന് മോഡിഫൈ ചെയ്ത് വരച്ചാൽ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇത് 10, അവിടെ മേലുള്ള 10K, പിന്നെ ഇവർ രണ്ടുപേരും കൂടെ 5K, കണ്ടില്ലേ. പിന്നെ ഇവിടെ ഒരു ഡയോഡ്, ആ ഡയോഡിനെ ഞാൻ ഇങ്ങനെ വരയ്ക്കാം. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ തീർന്നല്ലോ. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇപ്പോൾ ഇനി എയും ബിയും എവിടെ എന്നാണ്, എയും ബിയും ആണ് ഇത്. ഇപ്പൊ എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര. അപ്പൊ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഒന്നുമില്ല. നമ്മുടെ ഇവിടെ ബാറ്ററിയുടെ 30 വോൾട്ട് ഞാനിപ്പോ റൗണ്ട് ചെയ്യുന്ന 2 പേരിൽ ഇവനിലുമായിട്ട് ഡ്രോപ്പ് ആവും. ഓക്കെ, അതിൽ 5Kയിലെ വോൾട്ടേജ് ആണ് ചോദ്യം. അപ്പൊ നമ്മൾ തന്നെ നിങ്ങൾ നോക്കുക, ഈ രണ്ടുപേരും സീരീസ്, രണ്ടുപേരിലുള്ള കറണ്ട് സെയിം ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ വോൾട്ടേജ് എങ്ങനെ ഇരിക്കും, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ IR അല്ലേടാ മക്കളെ. അപ്പോൾ R കൂടുമ്പോൾ വിയും കൂടും. അപ്പോൾ ആർക്കായിരിക്കും വോൾട്ടേജ് കൂടുതൽ വരുന്നത്, 10Kയിലായിരിക്കും വോൾട്ടേജ് കൂടുതൽ വരുന്നത്, R കൂടുതലായുണ്ട്. അപ്പോൾ അവിടെ 10 എന്ന് പറഞ്ഞാൽ 5ന്റെ ഡബിൾ അല്ലേ. അപ്പോൾ 2:1 റേഷ്യോയിൽ വോൾട്ടേജ് ഉണ്ടാവും. അതായത് ഇപ്പൊ 30 എന്നുള്ളതിന്
2:1 റേഷ്യോയിൽ കട്ട് ചെയ്താൽ 1 പാർട്ട് ആയിരിക്കും 5Kയിലുള്ളത്. അപ്പൊ 2 + 1 3 ഓവർ ദാറ്റ് 1. അപ്പൊ ആൻസർ 10 വോൾട്ട് എവിടെ ഡ്രോപ്പ് ആവും? 5Kയിൽ ഡ്രോപ്പ് ആവും. അതാണ് ചോദ്യം. അടിപൊളി. ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനൊന്ന് തുമ്പിക്കോട്ടെ. നല്ലൊരു തുമ്പൽ വരും. കുറെ നേരമായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ തുമ്പി. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വലിയ പിക്ചറും ഒരു വലിയ എക്സ്പ്ലനേഷനും. എന്താണ്? Photoelectric effect is the phenomenon of the ejection of electrons when radiation of suitable frequency is made to fall on surface of a metal. When light of a suitable wavelength fall on C, given in the given diagram, photoelectrons are emitted. These electrons are drawn towards collector A, and the photoelectric current is of the order of microampere and can be obtained from the device given in figure. The device given converts change in intensity of illumination into change in intensity of illumination into change in photo current. This current can be used to operate control systems and in light measuring devices. It actually a photo cell. The device are made up of metals with low ionization enthalpies. For example, platinum has work function 6.35 eV. Okay. ഇനി എന്താണ് നമുക്കിവിടെ കാണാൻ പറ്റും? എ എന്നുള്ളത് കളക്ടറാണ്. കളക്ടറിന് നമ്മൾ സാധാരണ കൊടുക്കുന്നത് പോസിറ്റീവാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് പോസിറ്റീവിൽ തന്നെയാണ്. കാണുന്നുണ്ട്, പോസിറ്റീവിൽ തന്നെയാണ്. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഓഫ് 3 × 10⁻11 ഹെഡ്സ് ആണ് വന്ന് വീഴുന്നത്. അപ്പോൾ വന്ന് വീഴുന്ന ഫ്രീക്വൻസി അപ്പം ന്യൂ ആണ് തന്നിരിക്കുന്നത്. ഇനി എന്താണ് ചോദ്യം? ഡിറ്റർമിൻ ദ റീഡിംഗ് ഓഫ് അമ്മീറ്റർ. അപ്പോൾ അമ്മീറ്ററിന്റെ റീഡിംഗ് എത്ര? നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഒരു റേഡിയേഷനെ ഡിറ്റക്ട് ചെയ്യുമോ എന്നൊക്കെ ഉള്ള പ്രോബ്ലം ചെയ്തതാണ്. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം നമുക്കിവിടെ വർക്ക് ഫംഗ്ഷൻ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. വർക്ക് ഫംഗ്ഷൻ എങ്ങനെയാണ്? വർക്ക് ഫംഗ്ഷൻ φ0 = h ν0 എന്നാണ്. അപ്പം ഇതിനകത്ത് നിന്ന് ν0 നമുക്ക് ത്രെഷോൾഡ് ഫ്രീക്വൻസി കാണാം. വർക്ക് ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ h എന്നാണ്. വർക്ക് ഫംഗ്ഷന്റെ വാല്യൂ 6.35 എന്നാണ്. 6.35 × EV മാറ്റാം. 1.6 × 10⁻−19. ഓക്കെ, ഡിവൈഡ് ബൈ എച്ചിന്റെ വാല്യൂ 6.626 × 10⁻−34. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ എടുക്കുമ്പോൾ 1.5 × 10⁻15 ഹെഡ്സ് എന്നാണ്. ഇതാണ് വർക്ക് ഫംഗ്ഷന്റെ ആൻസർ. ഓക്കെ, ഇനി വർക്ക് ഫംഗ്ഷന്റെ ആൻസർ എന്തിനാണ്? ഇപ്പം ഞാൻ കണ്ടുപിടിച്ചത് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ത്രെഷോൾഡ് ഫ്രീക്വൻസിയെക്കാളും കൂടുതലായിരിക്കണം ന്യൂ ഫോർ ഫോട്ടോ എമിഷൻ. ഫോട്ടോ എമിഷന് ഇതാണ് കണ്ടീഷൻ. ബട്ട് ഹിയർ നിങ്ങൾ തന്നെ നോക്കിയേ, ത്രെഷോൾഡ് ഫ്രീക്വൻസി വലുതാണ് ന്യൂവിനേക്കാളും. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? വാല്യൂ നിങ്ങൾ നോക്കിയില്ലേ? Therefore, no photo emission, no photoelectric current. ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഇല്ല, ഒരു പുണ്ണാക്കും ഇല്ല. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട അപ്പം നല്ല സൂക്ഷിച്ച് ചെയ്യണം. ഇതിന്റെ ബാക്കിയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരാൻ പോകണം. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇൻ ദ ഗിവൺ ഡയഗ്രാം ഇഫ് ബി ഈസ് ഷിഫ്റ്റഡ് ടുവേഴ്സ് ലെഫ്റ്റ്. ഈ ഡയഗ്രം നമ്മളിപ്പോൾ കണ്ട ഡയഗ്രത്തിൽ ബിയെ ലെഫ്റ്റിലോട്ട് മാറ്റിയാൽ ഹൗ വിൽ ഇറ്റ് അഫക്ട് ദ റീഡിംഗ് ഓഫ് മൈക്രോമീറ്റർ? ഞാൻ പിക്ചർ കാണിക്കാം. നിങ്ങളുടെ ബി ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്. ഇതാണ് ബി. ഈ ബിയെ ലെഫ്റ്റിലോട്ട് നീക്കുക എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ പോസിറ്റീവ് പൊളാരിറ്റിയുടെ വാല്യൂ കുറയും. അപ്പോൾ ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യൽ കുറയും. കളക്ടറിന് കൊടുത്തിരിക്കുന്ന ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യൽ കുറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കുറയും. അപ്പോൾ ആൻസർ അത്രയേ ഉള്ളൂ. ഇപ്പൊ രണ്ടാമത്തെ ആൻസർ ഇതാ കിട്ടി. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഡിക്രീസസ്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഡിക്രീസസ്. റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. എന്താണ്? ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യൽ ഡിക്രീസസ്, സോ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഡിക്രീസസ്.
ഇനി പ്ലോട്ട് ദ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് റീഡിംഗ് ഓഫ് അമ്മീറ്റർ ഓൺ ഷിഫ്റ്റിംഗ് ദ ടെർമിനൽ ടുവേഴ്സ് ലെഫ്റ്റ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കുറച്ചു അല്ലേ, പോസിറ്റീവ് പൊട്ടൻഷ്യൽ കുറയ്ക്കുമ്പോഴുള്ള വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഗ്രാഫ്. നിങ്ങൾക്ക് അറിയാവുന്ന ഗ്രാഫ് അല്ലേ ഡോക്ടറെ. ഓക്കെ, ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്, പിന്നെ ഇവിടെ കളക്ടർ പൊട്ടൻഷ്യൽ മാർക്ക് ചെയ്ത് നമ്മൾ വരച്ച ഗ്രാഫ് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഓക്കെ, അടിപൊളിയല്ലേ. അപ്പൊ ഇത് നമ്മൾ സ്ട്രൈറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പൊ നമ്മുടെ 9ാമത്തെ 10ാമത്തെ ആണ്, 9ാമത്തെ ഞാൻ പറയാം. അപ്പോൾ 9ാമത്തെ സ്ട്രൈറ്റ് ക്വസ്റ്റൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. അടിപൊളിയല്ലേ. അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം നമുക്ക്. ഡൈഇലക്ട്രിക്, ഇതൊക്കെ എന്താണ്, ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സെക്ഷനിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓക്കെ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നേരത്തെയും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഇനിയും 5 മാർക്കിന്റെ തന്നെ. അപ്പൊ നോക്കിക്കോ, എന്താണ് ഡൈഇലക്ട്രിക് സ്ലാബ് ഓഫ് തിക്നെസ് T is introduced between the plates of parallel plate, capacitor plate area A, separation D. Find the expression for the capacitance with the dielectric slab. ഞാൻ പറഞ്ഞു തരുന്നില്ല, സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. Capacitance of the setup is equal to epsilon 0 A by D minus T plus T by K എന്നുള്ള ഡെറിവേഷൻ അത് ഡെറൈവ് ചെയ്തെടുക്കണം. ഇതാണ് ആദ്യത്തെ പാർട്ട്, എ പാർട്ട് കഴിഞ്ഞു. ഇനി രണ്ടാമത്തത് കോപ്പർ സ്ഫിയർ. നിങ്ങളുടെ കയ്യിൽ ഒരു കോപ്പർ സ്ഫിയർ ഉണ്ട് അല്ലേ. കോപ്പർ സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് സ്ഫെറിക്കൽ കപ്പാസിറ്റർ അല്ലേ. അതിന്റെ കപ്പാസിറ്റൻസ് 4π epsilon 0 R കണ്ടല്ലേ. ഇറ്റ് ഈസ് ഡ്രോപ്ഡ് ഇൻ ഓഷൻ. അപ്പോൾ ഓഷനിലാവുമ്പോഴത്തേക്ക് കപ്പാസിറ്റൻസ് മാറും. 4π epsilon R എന്ന് കണ്ടില്ലേ, ഒരു മീഡിയത്തിലാണ്. അപ്പോൾ 4π epsilon എന്ന് പറഞ്ഞാൽ epsilon 0 epsilon R. ഓക്കെ, അപ്പൊ epsilon R ടൈംസ് സി എന്നാണ്. അപ്പൊ കപ്പാസിറ്റൻസ് കൂടും. അപ്പോൾ വിൽ ദ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓർ റിമൈൻ സെയിം? കപ്പാസിറ്റൻസ് ഇൻക്രീസസ്, വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ കപ്പാസിറ്റൻസ് ഇൻക്രീസസ്. ഇനി എൻ്റെ സി പാർട്ട്, എ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് വോൾട്ടേജ് സോഴ്സ് എന്താണ് വി. ഒരു ബാറ്ററിയിൽ കൊടുത്തിട്ടുണ്ട് കപ്പാസിറ്ററിനെ. ദെൻ സെപ്പറേഷൻ ഡി ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈസ് ഇൻക്രീസ്ഡ് യൂസിങ് ആൻ ഇൻസുലേറ്റിംഗ് സ്റ്റിക്ക്. ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റിക്ക് വെച്ച് സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്തു. പ്ലോട്ട് വി വേഴ്സസ് ഡി. ഇത് നമുക്ക് അറിയാവുന്നതല്ലേ, ബാറ്ററി അവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ പി ഡി റിമൈൻസ് കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് കൂട്ടുമ്പോൾ. അതായത് എന്തോ ഒരു മിസ്റ്റേക്ക്, അവർ വേറെന്തോ ഉദ്ദേശിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിനകത്തൊരു അബദ്ധം അവർക്ക് പറ്റിപ്പോയതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ ആൻസറിനകത്ത് കൊടുത്തിരിക്കുന്നത് മിസ്റ്റേക്കാണ്. അപ്പൊ അതിനകത്ത് ഇവിടെ വിയും ഇവിടെ ഡിയും വെച്ചിട്ട് ഗ്രാഫ് വരച്ചാൽ വി വിൽ ബി ആൾവേസ് കോൺസ്റ്റന്റ്. ഗ്രാഫ് ഇങ്ങനെ കിട്ടും, നിങ്ങളുടെ അതിനകത്ത് തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. പാരലൽ ടു എക്സ് ആക്സിസ് കേട്ടോ. ഇതാണ് ഗ്രാഫ്. സംശയമൊന്നും വരില്ലല്ലോ, നിങ്ങൾക്ക് സ്ട്രൈറ്റ് അറിയാമെന്നുള്ള ക്വസ്റ്റൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? അപ്പോൾ അതും നമ്മുടെ ഒരു സ്ട്രൈറ്റ് ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ 10 ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത 31ാമത്തെ ക്വസ്റ്റൻ ആണിത്. വായിക്കാം. ഇത് നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ഓർ ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ വായിക്കാം. എ ചാർജ് ഓഫ് 1 മൈക്രോ കൂളോം ഈസ് പ്ലേസ്ഡ് അറ്റ് ഒറിജിൻ. ഒറിജിനിൽ ഒരു 1 മൈക്രോ കൂളോം ഇരിപ്പുണ്ട്. അനദർ 3 മൈക്രോ കൂളോം അറ്റ് 20,0 എന്ന് പറഞ്ഞാൽ 20 എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിൻ. ഒറിജിനിൽ 1 മൈക്രോ കൂളോം വെച്ചിട്ടുണ്ട്. 20 എന്നുള്ള ഇവിടുന്ന് 20 സെന്റിമീറ്റർ ദൂരെ, 20 മീറ്റർ ദൂരെ 3 മൈക്രോ കൂളോം വെച്ചിരിക്കുന്നു. ഇനി എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് 40 വോൾട്ട് പെർ മീറ്റർ എക്സ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് പൊട്ടൻഷ്യൽ അറ്റ് ഒറിജിൻ 0. ഇവിടെ പൊട്ടൻഷ്യൽ ഇല്ല. ഇനി ഈ ചാർജ് ഇരിക്കുന്ന ഈ സ്ഥലത്തുള്ള പൊട്ടൻഷ്യൽ എങ്ങനെ കാണും? വി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇ ഡി എന്നാണ് നമുക്കറിയാമെന്നുള്ളതല്ലേ. ഇ എന്ന് പറഞ്ഞാൽ വി ബൈ ഡി. അപ്പൊ വി എന്ന് പറഞ്ഞാൽ ഇ ഡി നമ്മൾ ചിന്തിക്കുക. പിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 40 ഇൻറ്റു അവിടുത്തെ ഡിസ്റ്റൻസ് 20 ആണ്. അപ്പൊ ആൻസർ വരുന്നത് 8,800 എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ
ഓക്കെ. ഇനി അപ്പൊ രണ്ട് സ്ഥലത്തെയും പൊട്ടൻഷ്യൽ നമുക്കറിയാം. ഇനി ഈ രണ്ട് ചാർജസും പോസിറ്റീവ് അല്ലേ, അപ്പൊ അവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്, സോറി റിപ്പൽഷൻ ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം? പറയൂ. വാട്ട് ഈസ് ദ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി? V1Q1 plus V2Q2 plus 1/4πε0 Q1 Q2 by R. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ V1ന്റെ ആൻസർ 0. അപ്പോൾ 0 × 1 മൈക്രോ കൂളോം 1 × 10⁻⁻6. V2ന്റെ ആൻസർ എത്രയാണ്? 800 ആണ്. അപ്പോൾ 800 × Q2ന്റെ ആൻസർ 3 × 10⁻⁻6 പ്ലസ്, അപ്പോൾ ബാക്കി നമുക്ക് ചെയ്യാം. 1/4πε0 9 × 10⁻⁹ Q1 Q2 10⁻⁻6 × 3 × 10⁻⁻6 ഡിവൈഡ് ബൈ തമ്മിലുള്ള ഡിസ്റ്റൻസ് 20. ഇത് നിങ്ങൾ ചെയ്തെടുക്കണം. അപ്പോൾ യുവിൻ്റെ ആൻസർ വരുന്നത് 37.5 × 10⁻⁻4 എന്നാണ്. ഇതും സ്ട്രൈറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ 11ാമത്തെ സ്ട്രൈറ്റ് ക്വസ്റ്റൻ ആണ്. ഇനി if one charge is moved from A to C to B, A നിന്ന് സിയിലോട്ട് പോയി, സി നിന്ന് ബിയിലോട്ട്, അതായത് നെറ്റ് എഫക്ട് എ നിന്ന് ബിയിലോട്ട് പോയി. ഈ പാത്ത് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഉള്ള സ്ഥലത്താണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾ കാണുന്നുണ്ട്. അനദർ ചാർജ് ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ് ഈസ് മൂവ്ഡ് ഫ്രം എ ടു ഡി ടു ബി, അതായത് അവന് മൂവ് ചെയ്തിരിക്കുന്ന എ നിന്ന് ബിയിലോട്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അകത്ത്. ഇനി ദെൻ ആണ് for which charge more work is needed. നമുക്ക് അറിയാമെന്നല്ലേ മക്കളെ, വർക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ചാർജ് എന്നാണ്. അപ്പോൾ വർക്ക് എങ്ങനെ കാണും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ കേസിൽ 2 പോയിന്റുകളാണ്. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം. ഓക്കെ, വി ബി ഡിഫറൻസ് വി എ ഇൻറ്റു മൂവ് ചെയ്യുന്ന ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ ഇത് 2 സെയിം ആണ്. അപ്പോൾ വർക്ക് സെയിം ആണ്. ഏത് കേസിലാണ് വർക്ക് ഗ്രേറ്റർ എന്നല്ല, 2 കേസിലും വർക്ക് ഈസ് സെയിം. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് എ കണ്ടക്ടർ ആൻഡ് സെയിം വാല്യൂ ആസ് ഓൺ സർഫസ് വൈ എന്നാണ്. അത് നമുക്ക് അറിയാമെന്നുള്ളല്ലേ. ഇത് നമുക്കൊരു ഒരു ചാർജഡ് കണ്ടക്ടർ എടുക്കാം. അപ്പോൾ ഒരു ചാർജഡ് കണ്ടക്ടർ എടുത്താൽ അതിൻ്റെ ഇറ്റ് ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അതിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ചാർജിനെ തള്ളി നീക്കാൻ വേണ്ടി വർക്ക് ചെയ്യണ്ട. വർക്ക് 0. വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ചാർജ്. അപ്പോൾ ഇവിടെ വർക്കിൻ്റെ ആൻസർ 0 ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് ചാർജ്. അപ്പോൾ ഇതിൽ Q0 അല്ല. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ എത്ര ആയിരിക്കണം? 0 ആയിരിക്കും. എന്നാലേ ഈ കണ്ടീഷൻ ഓക്കെ ആവും. സോ അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ 0. Electrostatic potential is constant, same value. I'm sorry. Potential difference in answer 0. Correct. Potential difference 0 ആണെങ്കിൽ എല്ലാ സ്ഥലത്തെയും പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ്, ഏത് പോയിന്റിലെയും പൊട്ടൻഷ്യലിന്റെ വാല്യൂ കോൺസ്റ്റന്റ്. അതുപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ വാല്യൂ 0 വന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഒരു സ്ട്രൈറ്റ് ക്വസ്റ്റൻ. അപ്പോൾ 11 സ്ട്രൈറ്റ് ക്വസ്റ്റൻ ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റനിലേക്ക് നമുക്ക് നോക്കാം. ഡിറൈവ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. സന്തോഷം. 12ാമത്തെ സ്ട്രൈറ്റ് ക്വസ്റ്റൻ. ഇത് ചെയ്യുന്നില്ല. ഇക്വി കോൺവെക്സ് ലെൻസ് ആർ ടു ബി മാനുഫാക്ചർഡ് ഫ്രം ഗ്ലാസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.55 വിത്ത് ബോത്ത് ഫേസസ് ഓഫ് സെയിം റേഡിയസ്. ഇതേ ക്വസ്റ്റൻ നമ്മൾ ചെയ്തതാണ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ? ഫോക്കൽ ലെങ്തിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോർമുല എഴുതാം. 1/f ഈക്വൽ ടു എന്താണ്? n-1 × 1/r1 - 1/r2. നമുക്കിവിടെ R1ന്റെ വാല്യൂ നമുക്ക് R എന്ന് എടുക്കാം. R2ന്റെ വാല്യൂ -R എന്ന് എടുക്കാം. അപ്പോൾ 1/10 ഈസ് ഈക്വൽ ടു 1.55 - 1 × 1/r - 1/r. ഓക്കെ, അപ്പോൾ ആൻസർ 1/10 ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഇതിന് R കണ്ടുപിടിക്കാം. ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. ആറിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടിക്കോ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ 32ന്റെ ആൻസർ കിട്ടിക്കോളും. ഞാനൊന്നും പറയുന്നില്ല. അടിപൊളിയല്ലേടാ. അപ്പോൾ 12 സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആറിന്റെ ആൻസർ വരുന്നത് 11 സെന്റിമീറ്റർ ആണ്. 11 സെന്റിമീറ്റർ ആണ്. കിട്ടിയില്ലേ? ഇനി ഇതിനൊരു എന്താണ് ഓർ ക്വസ്റ്റൻ ഉണ്ടാണ്. ഡിഫൈൻ ആംഗിൾ ഓഫ് ഡീവിയേഷൻ.
in a prism. Prismatil angle of deviation എന്താണ്? Angle between the directions of incident ray and emergent ray. അത്രേ ഉള്ളൂ. ഇനി അടുത്ത് obtain this relation. ഇത് ഡിറൈവ് ചെയ്തെടുക്കാൻ നമ്മൾ ആ ഡെറിവേഷന്റെ ഒരു പാർട്ട് അങ്ങോട്ട് ചോദിച്ചിരിക്കുന്നു, അത്രയും. അപ്പൊ ഇതാണ് പ്രിസം. ലൈറ്റ് കയറി ഈ ഡയറക്ഷനിൽ പോയില്ല. ഓക്കെ, ലൈറ്റ് ഇങ്ങനെ പോയി, അങ്ങനെയാണല്ലോ. ഓക്കെ, ഇങ്ങനെ ഇറങ്ങിപ്പോയി. നമ്മുടെ പിക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതിനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ആംഗിളിന്റെ പേരാണ് ഡെൽറ്റ. ഇനി അടുത്തത് ഇവിടെ ഒരു നോർമൽ അടിച്ചു. നോർമലിനും ഇത് ഐ. ഇവിടെ ഒരു നോർമൽ അടിച്ചു. ഇതിനും എമർജന്റ് റേക്കൊടെയുള്ള ആംഗിൾ ഇ. ഇനി ഇത് രണ്ടും കൂടെ മുട്ടിച്ചു. ഇനി ഇത് എ, ഇനി ഇത് ബി, ഇത് സി, ഇത് ഡി എന്നൊക്കെ ഞാൻ പേര്. ഓക്കെ, ഇനി അടുത്തത് ഈ പോയിന്റിന്റെ പേര് ഇ എന്നും പേര്. കണ്ടില്ലേ? ഇനി നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാം ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് റിഫ്രാക്റ്റഡ്, ഇത് R1, ഇത് R2. ഇനി ഞാനിവിടെ സ്റ്റെപ്പ് എഴുതാം. R1ഉം R2ഉം സിയും കൂടെ ആഡ് ചെയ്താൽ 180 വരും. ഇനി ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയിൽ എയും സിയും കൂടെ ആഡ് ചെയ്താലും 180 വരും. ഇത് നമ്മൾ പഠിച്ച ഡെറിവേഷൻ. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? R1 + R2. ഇനി നമുക്കറിയാന്നുള്ളത് എന്താണ്? ഈ ആംഗിൾ. ഈ ആംഗിൾ എന്താണ്? ഇത് എന്താണ്? I - R1. ഇപ്പുറത്ത് ഞാൻ ഇപ്പം മാർക്ക് ചെയ്യുന്നത് ഈ ആംഗിൾ അത്ര, അത് E - R2. E - R2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഡെൽറ്റ കിട്ടും. എക്സ്റ്റീരിയർ ആംഗിൾ തീയ. അപ്പൊ ഇതിന്റെ ആൻസർ I + E minus of R1 + R2 is equal to delta എന്നാണ്. I + E minus ഇത് A equal to delta. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് I + E is equal to A + delta. ഇതാണ് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. രണ്ടാമത്തെ പാർട്ടും ചെയ്തു. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ, 12ാമത്തെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ കണ്ടീഷൻ ഫോർ മിനിമം ഡീവിയേഷൻ. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചാണ്. അറ്റ് മിനിമം ഡീവിയേഷൻ ഇഫ് ഡെൽറ്റ ഈക്വൽ ടു dm, I ഈക്വൽ ടു E, ഐയും ഇയും ഈക്വൽ ആയിരിക്കും. R1 ഈക്വൽ ടു R2, R1 R2 ഈക്വൽ ആയിരിക്കും. അടുത്ത് എന്താണ്? റിഫ്രാക്റ്റഡ് റേ പാരലൽ ടു ബേസ്. നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ് 12ാമത്തെ നമ്മുടെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേറ്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ഗാൽവനോമീറ്റർ. സന്തോഷം. കണ്ടോ? സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗാൽവനോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതാൻ നമുക്കറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ട. എന്താണ്? കോയിൽ എവിടെ വെച്ചിരിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് വെച്ചിരിക്കുന്ന കോയിൽ കൂടെ കറണ്ട് പാസ് ചെയ്താൽ ഇറ്റ് വിൽ ഗെറ്റ് എ ടോർക്ക്. അതാണ്. ഇനി വാട്ട് മോഡിഫിക്കേഷൻ ഈസ് റിക്വയർഡ് ടു ഇൻ ഗാൽവനോമീറ്റർ ടു മേക്ക് ഇറ്റ്സ് സ്കെയിൽ ലീനിയർ. നമ്മൾ പഠിച്ച ഗാൽവനോമീറ്ററിന്റെ സ്കെയിൽ ലീനിയർ സ്കെയിലാണ്. അതിനകത്ത് എന്തൊക്കെ ചെയ്തിരിക്കുന്നു? രണ്ട് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഒരു എന്താണ്? സിലിണ്ടറിക്കൽ മാഗ്നറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. സിലിണ്ടറിക്കൽ മാഗ്നറ്റ് ബൈ യൂസിങ് എ സിലിണ്ടറിക്കൽ മാഗ്നറ്റ്. രണ്ട്, ഒരു എന്താണ്? നമ്മൾ ഒരു അതിന്റെ സെന്ററിൽ എന്തോ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. എന്താണ്? ഒരു സോഫ്റ്റ് അയൺ സിലിണ്ടർ. ഒരു സോഫ്റ്റ് അയൺ സിലിണ്ടർ അതിന്റെ സെന്ററിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഈ രണ്ട് കാര്യവും ഇതുപോലെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ റേഡിയൽ ഫീൽഡ് അവൈലബിൾ ആവും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ലീനിയർ ഡിഫ്ലക്ഷൻ ആയിരിക്കും കിട്ടുക. അപ്പം നമ്മുടെ ഗാൽവനോമീറ്ററിൽ ആൾറെഡി അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് മോഡിഫിക്കേഷൻ ഒന്നും വേണ്ടാന്ന് എഴുതി വെച്ചാൽ സോ ടു എന്താണ്? മേക്ക് ദ സ്കെയിൽ ലീനിയർ, സിലിണ്ടറിക്കൽ പോൾ പീസസ് ആർ യൂസ്ഡ് ആൻഡ് ആൾസോ വി യൂസ് സോഫ്റ്റ് അയൺ സിലിണ്ടർ അറ്റ് ദ സെന്റർ ഓഫ് ദ കോയിൽ തന്നെ ടു കോൺസെൻട്രേറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ഇത് രണ്ടുമാണ് കാര്യങ്ങൾ. ഇനി ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ റെസിസ്റ്റൻസ് ഓഫ് ഗാൽവനോമീറ്റർ തന്നിട്ടുണ്ട് 49.5 Ohm. അതിന്റെ റേഞ്ച് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ പാസ് ചെയ്യാവുന്ന മാക്സിമം കറണ്ട് 0.05 ആംപിയർ. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ടു നീഡഡ് ടു കൺവേർട്ട് ടു അമ്മീറ്റർ ഓഫ് റേഞ്ച് 5 ആംപിയർ. അമ്മീറ്ററിന്റെ കറണ്ട് 5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി കണക്റ്റഡ്? ഷണ്ട് ഈസ് ടു ബി കണക്റ്റഡ് പാരലൽ. റെസിസ്റ്റൻസ് ഓഫ് ഷണ്ട് എന്താണ്? ഇക്വേഷൻ IG RG divided by I minus IG. ഇതിനകത്ത് വാല്യൂ ഇട്ട് കൊടുക്കുക. You will be getting your result. Okay.
അപ്പോൾ ഇതിനകത്ത് വാല്യൂ നിങ്ങൾ പറക്കിയിട്ട് കൊടുക്കുക, ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ട. അപ്പോൾ യു വിൽ ഗെറ്റ് യുവർ റിസൾട്ട്. അപ്പോൾ ആൻസർ വരുന്നത് 0.5 എന്നൊക്കെ വരും കേട്ടോ. 0.5. അപ്പോൾ അടിപൊളിയല്ലേ, അത് ചെയ്യാം. ദെൻ അപ്പോൾ ഷണ്ട് ഈസ് ടു ബി കണക്റ്റഡ് പാരലൽ എന്ന് എഴുതണം. എന്നിട്ട് ഹൗ ദീസ് ടു റെസിസ്റ്റേഴ്സ് ഷുഡ് ബി, ഇത് വേറെ എന്തോ ഒരു ഉദ്ദേശമാണ് എഴുതിയിരിക്കുന്നത്, അത് പോട്ടെ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ബോധമല്ല. അപ്പോൾ എന്തോ ഒരു ക്വസ്റ്റ്യൻ അവർ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയതായിരിക്കണം ചിലപ്പോൾ. അപ്പോൾ എന്താണ്, ഗാൽനോമീറ്ററിനെ അമ്മീറ്റർ ആക്കാനോ വോൾട്ട്മീറ്റർ ആക്കാനോ എന്ത് ചെയ്യുമെന്നാണ്, to convert galvanometer to ammeter we connect shunt parallel to it. To convert galvanometer to voltmeter we connect a higher resistance in series. ഇത് നമ്മുടെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ 13ാമത്തെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിന്റെ. An input voltage V in 200 sin 100 pi t volt is applied to ideal transformer having 100 turns in primary, not 100, 1000 turns in primary, 100 turns in secondary. By NS, NP, NS ഉണ്ട്. ഇനി load circuit has resistance 4 ohm. ഇനി capacitor 2 ohm, inductor 6 ohm. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് സൈഡിൽ ഒരു LCR, സീരീസ് LCR കണക്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് ലോഡ് സർക്യൂട്ട്, ഈ ഔട്ട്പുട്ടിലുള്ള ഈ LCRന് അക്രോസ് ഉള്ള എത്ര വോൾട്ടേജ് കിട്ടുമെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് Vin തന്നിട്ടുണ്ട്, പേടിക്കൊന്നും ചെയ്യരുത്. Vin തന്നിട്ടുണ്ട്, എത്രയാണ്, 200 sin 100 pi t എന്നാണ്, കണ്ടില്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സെക്കൻഡറി വോൾട്ടേജ് കണ്ടുപിടിക്കാം. അതെങ്ങനെ കാണും, നമുക്ക് NS/NP ഈസ് ഈക്വൽ ടു VS/VP എന്ന് നമുക്കറിയാം. അതിനകത്ത് VS എങ്ങനെ കാണും, പെട്ടെന്ന് പറയും. NS VP ഡിവൈഡ് ബൈ NP എന്നാണ്. ഇതിൽ വാല്യൂ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി 100 into VP പ്രൈമറിയിലെ വോൾട്ടേജ്. പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയാണ്, ഇതാണ് പ്രൈമറിയിലെ വോൾട്ടേജ് Vin. പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയാണ്, 200 sin 100 pi t ഡിവൈഡ് ബൈ NP നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി 1000. ഓക്കെ, അപ്പോൾ ഇതാണ് ഔട്ട്പുട്ടിലെ വോൾട്ടേജ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ വെട്ടാം 10. അപ്പോൾ 20 sin 100 pi t എന്ന് കിട്ടി. ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇനി സർക്യൂട്ടിന്റെ ഇംപെഡൻസ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കാണുന്നത്, √R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ √4² പ്ലസ് 6 മൈനസ് 2 4², √32. അപ്പോൾ 2 × 16. ആൻസർ 4√2 എന്നാണ്, 4√2 ഓം. അപ്പോൾ ഇംപെഡൻസ് ആണ്. ഇനി സെക്കൻഡറി വോൾട്ടേജ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. സെക്കൻഡറി വോൾട്ടേജ് എങ്ങനെയാണെന്ന്, സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ RMS ആണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, എങ്ങനെ കാണും എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെ കാണും, അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ. കണ്ടുപിടിക്കാൻ പോകുന്നു. എങ്ങനെ കണ്ടുപിടിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്, എങ്ങനെ കണ്ടുപിടിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്, നമ്മൾ കണ്ടുപിടിച്ചു ഓൾറെഡി. അത് 20 sin pi t sin 100 pi t, അത്രയും വോൾട്ട്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എടുത്തെഴുതി. ഇനി രണ്ടാമത്തെ കറണ്ട് ഫ്ലോയിങ് ത്രൂ ലോഡ്, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോഴേ നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷനിൽ ഈ 20 എന്ന് പറയുന്നത് എന്തായിരിക്കും, 20 എന്ന് പറയുന്നത് VM ആണ്. V0 എന്ന് നമ്മൾ വിളിക്കും, V0 എന്ന് എഴുതണ്ട, കാരണം അവിടെ ഒരു VO അടങ്ങുന്നതുകൊണ്ട് കൺഫ്യൂഷൻ അടി. അപ്പോൾ VM എന്ന് ഞാൻ വിളിക്കാം. അപ്പം മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് അറിയാമെങ്കിൽ RMS വാല്യൂ ഓഫ് വോൾട്ടേജ് എങ്ങനെയാണ്, VM/√2 എന്നല്ലേ. അപ്പോൾ 20/√2 എന്നല്ലേ. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ IRMS എങ്ങനെ കാണും? IRMS എങ്ങനെ കാണും? VRMS by Z എന്നല്ലേ? അപ്പൊ 20/√2 ഡിവൈഡഡ് ബൈ ഇസഡിന്റെ ആൻസർ 4√2 എന്നല്ലേ? അപ്പോൾ ആൻസർ 2.5. കറണ്ട് ത്രൂ ലോഡ് ഇതാ കിട്ടിയിട്ടുണ്ട് 2.5. ഇപ്പൊ രണ്ടാമത്തെ ആൻസർ ആണ് ഇപ്പൊ എഴുതിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇതും നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇനി മൂന്നാമത്തത് ഇനി എന്താണ് കാണേണ്ടത്? പവർ സപ്ലൈഡ് എത്ര എന്നാണ് ചോദ്യം. നമുക്കിവിടെ LCRന്റെ ഫേസർ ഡയഗ്രം ഞാൻ നിങ്ങളെ വരച്ച് കാണിക്കാം. നമുക്കറിയാന്നുള്ളതന്നെ ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഇതാണ് നിങ്ങളുടെ എല്ലാ കമ്പോണന്റിലെ I. ഇത് വോൾട്ടേജ്, ഇവിടെ VL കൂടുതലും VC XL കൂടുതലല്ലേ? അപ്പൊ ഇത് VL മൈനസ് VC ആയിരിക്കും. പിന്നെ ഈ ലൈനിൽ തന്നെ ആയിരിക്കും R. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇത് റിസൾട്ടന്റ് വോൾട്ടേജ് എങ്ങനെ കാണും? ഇപ്പൊ ഇത് വോൾട്ടേജ് ഇൻ റെസിസ്റ്ററാണ് VR. ഇനി റിസൾട്ടന്റ് വോൾട്ടേജ് ഇങ്ങനെ വരും. അപ്പൊ ഇതാണ് V. വോൾട്ടേജിനും കറണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ φ. ഇതിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് R, വികൾ എന്ന് പറഞ്ഞാൽ I × R എന്നാണ്. അപ്പൊ I കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെയും വരച്ചൂടെ? ഇത് R ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ XL മൈനസ് XC ആണ്. ഇനി ഇതെന്ന് പറഞ്ഞാൽ വിക്ക് പകരം നമുക്ക് ഇവിടെ Z എന്ന് കൊടുക്കാം. ഇത് നമുക്ക് φ എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഇതാണ് ഇമ്പിഡൻസ് ട്രയാങ്കിൾ. നിങ്ങൾ തന്നെ പറയുക cos φ എത്ര വരും മക്കളെ? cos φ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. R/Z ആണ്. ആറിന്റെ വാല്യൂ നമ്മൾ ഗിവൺ ആണ് 4/Z വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 4√2. 1/√2 എന്നാണ്. ഇനി നിങ്ങൾ ഇത് യോജിക്കുന്നത് എന്താണെന്ന് നേരെ നോക്കൂ. പവർ എന്നാണ്. പവർ എങ്ങനെ കാണും? VRMS IRMS cos φ. ഇനി എല്ലാ വാല്യൂ ഇവിടെ ഉണ്ട്. VRMSന്റെ ആൻസർ എവിടെയോ ഉണ്ട്, 20/√2. IRMSന്റെ വാല്യൂ 2.5. ആ 2.5നെ ഞാൻ 2.5 തന്നെ എഴുതാം. ഇൻറ്റു 1/√2 cos φയുടെ ആൻസർ. അത് ആൻസർ ഇതാ വരുന്നു 25 50 50/2. അപ്പൊ ആൻസർ 25 വരും. കണ്ടില്ലേ? 25 വാട്ട്. ഇഷ്ടപ്പെട്ടോ? ഇത് നമുക്കൊരു സ്ട്രൈറ്റ് ക്വസ്റ്റൻ ആണ്. നമ്മൾ പഠിച്ചു നമ്മൾ എഴുതണമെന്നാണ്. ഇതിന്റെ ആൻസർ അതിനകത്ത് മിസ്റ്റേക്കുകളൊക്കെ അവിടെ എവിടെയൊക്കെ കാണുന്നുണ്ട് അവർ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ എല്ലാ ക്വസ്റ്റനും കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഈ സാമ്പിൾ പേപ്പർ അവർ പബ്ലിഷ് ചെയ്യുന്നത് ചടങ്ങിനല്ല. കാരണം ഇതിന്റെ മോഡലിൽ ക്വസ്റ്റ്യൻസ് വരുമെന്ന് ഹിന്റ് തരുന്നതാണ്. അപ്പോൾ ഇത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ എഴുതി പഠിച്ച് ക്ലീൻ ആയിട്ട് വേണം പോകാൻ. നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രീവിയസ് 50 വർഷത്തെ ക്വസ്റ്റ്യൻ ചെയ്താൽ ഒരു ക്വസ്റ്റ്യൻ പോലും കിട്ടത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അപ്പോൾ അതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് അത്രയ്ക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പാരൻസ് ഒക്കെ പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നും ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇരിക്കരുത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3 സാമ്പിൾ പേപ്പർ ചെയ്യുക. അതാണ് ഏറ്റവും നല്ല വഴി. മനസ്സിലായില്ലേ? പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിക്കോളാം എങ്കിൽ ഒരു 2 വർഷത്തെ നോക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് സാമ്പിൾ ഹെൽപ്സ് ചെയ്യും. അല്ലാതെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല നോക്കേണ്ടത്, സാമ്പിൾ ആണ്. ഓക്കെ, ഇപ്പോൾ ഏറ്റവും നല്ലത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള 3 സാമ്പിൾ ചെയ്തു. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ട് വരണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.